പാലക്കാട്ടെയും ഒപ്പം ചേലക്കരയിലെയും പിന്നെ വയനാട്ടിലെയും തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നാളെ വിധി പുറത്തു വരുമ്പോൾ അത് ആരുടെ വിധി ദിനം ആകാൻ പോവുകയാണ്? ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കും എന്ന് UDF പറയുന്നു. അങ്ങനെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവിധി വരാൻ പോവുകയാണോ? അങ്ങനെയെങ്കിൽ CPIM-നെയും LDF-നെയും സംബന്ധിച്ച് അത് പിടിച്ചുലയ്ക്കുന്ന വിധി ദിനമായിരിക്കുമോ? പാലക്കാട്ട് ഞങ്ങൾ മത്സരിക്കുന്നത് BJP-യോടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം മുതൽ അവസാനം വരെ UDF അവിടെ നിലയുറപ്പിച്ചിരുന്നത്. അങ്ങനെയല്ല, മറിച്ചൊരു മത്സര ചിത്രം അവിടെ പ്രകടമാകുമോ? മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന LDF അത്ഭുതകരമായ ചില കാഴ്ചകൾ പങ്കുവയ്ക്കുമോ? അങ്ങനെയെങ്കിൽ അത് UDF ക്യാമ്പിന്, ഷാഫിക്ക്, VD സതീശനുള്ള മറുപടിയായി മാറുമോ? ചേലക്കര എല്ലാവരും ഉറ്റുനോക്കുന്നു. CPIM-ന്റെ കുത്തക മണ്ഡലമായ ചേലക്കരയിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ രമ്യ ഹരിദാസ് വഴി UDF-ന് കഴിയുമോ? അതായിരിക്കുമോ സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ അളവുകോലാവുക? അതോ ഏത് ആഞ്ഞടിക്കുന്ന കാറ്റിലും ഉലയാതെ ചേലക്കര ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമോ? വയനാട്ടിലേക്ക് പോകുമ്പോഴും വലിയ ഉദ്വേഗങ്ങളൊന്നുമില്ലെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ മത്സരക്കളം, ആ ആവേശത്തോടെ ഒരു ഫലം സൃഷ്ടിക്കാൻ അവർക്ക് കഴിയുമോ? പല ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഈ വിഷയം സംസാരിക്കുകയാണ് ഇന്ന്. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് PM ആർഷോ CPIM-ൽ നിന്ന്, റിജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാവ്, ശ്രീ ആനന്ദ് കൊച്ചുകുടി മുതിർന്ന മാധ്യമ പ്രവർത്തകനൊപ്പം ശ്രീ രാഹുൽ ഈശ്വർ വലതു നിരീക്ഷകൻ എന്നിവരാണ്. BJP ഇന്ന് ചർച്ചയ്ക്ക് ആളുകളെ അനുവദിച്ചിട്ടില്ല. ആദ്യം ശ്രീ ആനന്ദ് കൊച്ചുകുടി, താങ്കൾ നാളത്തെ ഫലത്തെ പൊതുവായി ഒന്ന് വിലയിരുത്താമോ? അല്ലെങ്കിൽ ഒരു പ്രവചന സ്വഭാവത്തിൽ പറയാമോ നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന്? നിഷാദ്, പ്രവചനങ്ങൾ വളരെ അപകടകരമാണ്. പക്ഷേ പാലക്കാട് എന്തായാലും CPM-ന് ഒരു അട്ടിമറി ജയമോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനമോ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ CPM-ന് രണ്ടാം സ്ഥാനം ഏതെങ്കിലും ഒരു തരത്തിൽ അവർക്ക് രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റിയാൽ, അത്ഭുതകരമായി എത്താൻ പറ്റിയാൽ, അങ്ങനെയാണെങ്കിൽ അവിടെ BJP ജയിക്കും. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമവാക്യം അങ്ങനെയാണ്. അല്ലാതെ BJP ജയിക്കാതെ CPM-ന് അവിടെ രണ്ടാം സ്ഥാനത്ത് വരിക അസംഭവ്യമാണ്, അസംഭവ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP-ക്ക് അവിടെ ജയിക്കാനുള്ള സാധ്യത CPM-ന്റെ വോട്ട് കൂടൽ എന്ന ഒറ്റ കാര്യത്തിലാണ്. CPM-ന് എത്ര വോട്ട് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കുറയാനാണോ സാധ്യത? എൻ്റെ ഒരു കണക്കൂട്ടലിൽ കുറയാനാണ് സാധ്യത. പക്ഷേ അവർക്ക് ആ വോട്ടെങ്കിലും നിലനിർത്താൻ പറ്റിയാൽ, കഴിഞ്ഞ തവണ CP പ്രമോദ് പിടിച്ച വോട്ടെങ്കിലും നിലനിർത്താൻ പറ്റിയാൽ കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഒരു ഫൈറ്റ് അത് വളരെ ക്ലോസ് ആയിരിക്കും. ആർക്ക് വേണമെങ്കിലും ജയിക്കാം. പക്ഷേ അപ്പോഴും കോൺഗ്രസിന് നേരിയ ഒരു എഡ്ജ് ഉണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ തവണ 3000 ചില്ലുവാനും വോട്ട്, 3800 700 വോട്ടുകൾക്കാണ് ഷാഫി ജയിച്ചത്. അത് 5000 വരെയൊക്കെ കോൺഗ്രസിന് അവരുടെ ബെസ്റ്റ് കേസ് സിനാരിയോയിൽ ഉയർത്താം. അവർ കരുതുന്നത് 10000 ഒക്കെയാണ്. പക്ഷേ പോളിങ്ങിന് ശേഷം അവരൊന്ന് 5000-ലേക്കൊക്കെ താഴ്ത്തിയിട്ടുണ്ട്. BJP-യുടെ കാര്യമാണെങ്കിൽ അവരും ഉറപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവർക്കും ഉള്ളാലെ ഉറപ്പൊന്നുമില്ല. അവർ പറയുന്ന കണക്കുകളൊക്കെ അവർ സ്വയം കെട്ടിപ്പൊക്കുന്ന ഒരു വാദങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ നെക്ക് ടു നെക്ക് ഫൈറ്റാണ്. കോൺഗ്രസിനും ജയിക്കാം, BJP-ക്കും ജയിക്കാം. ഞാൻ CPM അവിടെ രണ്ടാം സ്ഥാനത്ത് വരും എന്ന് കരുതുന്നില്ല. അവർ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി തന്നെയാണ് മത്സരിച്ചത്. പുറത്ത് എന്തു പറഞ്ഞാലും അത് നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ചേലക്കരയുടെ കാര്യം, ചേലക്കരയിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അത് ഒരു ക്ലോസ് ഫൈറ്റിലേക്ക് മാറിയിരുന്നു. അവസാനമായപ്പോഴത്തേക്കും കോൺഗ്രസ് അവിടെ വളരെ നന്നായി പണിയെടുത്തുകൊണ്ട് അവിടെ ഓരോ പഞ്ചായത്തിലും 9 പഞ്ചായത്തിലും അവർ ഭയങ്കരമായിട്ട് മരിച്ച് പണിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ കോൺഗ്രസിനുള്ള ഏക ബാധ്യത അവരുടെ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. അത് ആ സ്ഥാനാർത്ഥിക്ക് കുറേ നെഗറ്റീവുകൾ ഉണ്ടായതുകൊണ്ട്, എന്നാൽ നേരെ മറിച്ച് CPM-ന് നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് അവിടെ ഈ പണിയെടുത്ത കാര്യങ്ങളെല്ലാം അത് വോട്ടായി മാറുമോ? അല്ലെങ്കിൽ CPM-ന് അവരുടെ രാധാകൃഷ്ണൻ്റെ ഉൾപ്പെടെയുള്ള ഗുഡ് വിൽ വെച്ച് ആ വോട്ടുകൾ നിലനിർത്താൻ പറ്റുമോ? അവിടെ സുധീർ എത്ര വോട്ട് പിടിക്കും? DMK-യുടെ സ്ഥാനാർത്ഥി സുധീർ അവിടെ ഒരു 3000 തൊട്ട് 5000 വരെയൊക്കെ വോട്ട് പിടിച്ചാൽ അത് കോൺഗ്രസിനായിരിക്കും കൂടുതൽ, ആ കോൺഗ്രസിൻ്റെ വോട്ടുകളായിരിക്കും കൂടുതൽ പോകുന്നത്. അവിടെ ഈ പട്ടികജാതി കോളനികൾ 497 കോളനികളിൽ കയറിയിറങ്ങിയതിന് കോൺഗ്രസിനും BJP-ക്കുമൊക്കെ എന്തെങ്കിലും ഗുണം കിട്ടുമോ? അതോ അവർ കാലാകാലങ്ങളായിട്ട് വോട്ട് ചെയ്യുന്ന അതേ പാറ്റേണിൽ പോകുമോ എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ
ഈ അടിയൊഴുക്കുകൾ, അത് ചേലക്കരയിലാണെങ്കിലും പ്രത്യേകിച്ച് പാലക്കാടാണെങ്കിലും ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ഏതെങ്കിലും തരത്തിൽ കുറച്ച് നാമമാത്രമായ വോട്ടുകളാണെങ്കിൽ അത് മറിയാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഈ സന്ദീപ് വാര്യരുടെ വരവിൽ CPM അഴിച്ചുവിട്ട ഭയങ്കര തീവ്രമായിട്ടുള്ള പ്രചരണം അത് കുറച്ച് മുസ്ലിം വോട്ടുകൾ CPMന് മറിയുകയോ അല്ലെങ്കിൽ പോൾ ചെയ്യപ്പെടാതെ ഇരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള അടിയൊഴുക്കുകൾ നമുക്ക് റിസൾട്ടിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. പിന്നെ വയനാട് പിന്നെ ഒരു പ്രഹസനമാണ്, അവിടെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യമേ ഉള്ളൂ, അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, അതാണ്. അപ്പോൾ പാലക്കാടും ചേലക്കരയിലും സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള പ്രവചനമാണ് പങ്കുവയ്ക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനാലിസിസ് പങ്കുവയ്ക്കുകയാണ്. റിജിൽ മാക്കുറ്റി, ഇനിയിപ്പോൾ കേവലാവകാശവാദങ്ങൾക്ക് സത്യത്തിൽ ഒരു കാര്യവുമില്ല. കണക്കുകളെ മുൻനിർത്തിക്കൊണ്ടുള്ള യാഥാർത്ഥ്യബോധത്തോടെയുള്ള ആത്മവിശ്വാസ പ്രകടനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താണ് അനാലിസിസ് റിപ്പോർട്ട് പറയാം എന്നേ പറ്റൂ. നിങ്ങൾ എന്താണ് കാണുന്നത്? പാലക്കാട് നിങ്ങൾ ജയിക്കും എങ്കിൽ നിങ്ങളുടെ ഭൂരിപക്ഷം എത്രയായിരിക്കും? ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷൻസ് ആരായിരിക്കും ഹോൾഡ് ചെയ്യുക? ചേലക്കരയെക്കുറിച്ചുള്ള നിങ്ങളുടെ കണക്കെന്താണ്? ഇതൊക്കെ പറയാമോ? ശ്രീ നിഷാദ്, യഥാർത്ഥത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരുപാട് ചർച്ചകൾ ചെയ്ത വിഷയമാണ്. ഇപ്പോൾ പെട്ടിയിലായി, ഇപ്പോൾ നാളെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും. പക്ഷേ ഞങ്ങൾ അന്നും ഇന്നും ഒക്കെ ഞങ്ങൾ വളരെ കൃത്യമായ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ബഹുമാന്യനായ KPC പ്രസിഡന്റ് ആയാലും പ്രതിപക്ഷ നേതാവായാലും അതോടൊപ്പം നേതൃത്വം കൊടുത്ത നേതാക്കന്മാരെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പാലക്കാട് ഈസിയായി ജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പാലക്കാട് ജയിക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ ശ്രീ ആനന്ദ് കുച്ചുകൂടി പറഞ്ഞതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം ഈ രണ്ട് പാലക്കാടായാലും ചേലക്കരയായാലും ഉണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. അത്രയേറെ ജനങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇടതുപക്ഷം ഉണ്ടാക്കിയ ഒരു അജണ്ടകളും അതോടൊപ്പം തന്നെ ആ അജണ്ടകളൊക്കെ തന്നെ അവർക്ക് ഏറ്റവും ശക്തമായ രൂപത്തിൽ തിരിച്ചടിയായി കൊണ്ടിരിക്കാൻ പോകുന്നു എന്നുള്ളത് നാളത്തെ റിസൾട്ടോടുകൂടി കാണാൻ സാധിക്കും. അവരുണ്ടാക്കിക്കൊണ്ടുവന്ന അവർക്ക് ഭരണവിരുദ്ധ വികാരത്തെ എങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അവരുണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു നെറേറ്റീവ് ഉണ്ട്. ആ നെറേറ്റീവ് എല്ലാം തന്നെ നാളത്തോടുകൂടി പൊട്ടിപ്പാളീസാകുമെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇവിടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ സർക്കാരായാലും രാജ്യം ഭരിക്കുന്ന സർക്കാരായാലും പ്രത്യേകിച്ച് BJP പാലക്കാട് ഒരു പ്രധാനപ്പെട്ട അവിടെ മത്സരിക്കുന്ന ഒരു കക്ഷി എന്ന നിലയിൽ BJPക്കെതിരായും അതോടൊപ്പം തന്നെ CPMനെതിരായിട്ടുള്ള ജനവികാരം അവിടെ ഉണ്ട് എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനകത്ത് പ്രവർത്തിച്ച ഒരാളെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ജനങ്ങളെ ബാധിക്കുന്ന ഒരു ഇതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വലിയ ആത്മവിശ്വാസമായിരുന്നു ഇടതുപക്ഷം പറഞ്ഞത്. പക്ഷേ എന്തായി നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. ആ രൂപത്തിൽ തന്നെ ആ ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് നിൽക്കുന്നത്. പിണറായി വിജയന്റെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കപ്പുറത്തേക്ക് ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ RSSുമായൊക്കെ തന്നെയുള്ള ഇവരുടെ ധാരണയുണ്ട്. ഇപ്പോൾ CJP എന്നുള്ളതാണ് ആ തെരഞ്ഞെടുപ്പിനകത്ത് അവിടെ ഉണ്ടായത്, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടുത്തെ LDFന്റെ ഘടകകക്ഷിയിൽപ്പെട്ട ഒരാൾ കൃഷ്ണൻകുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ ദേശീയ തലത്തിൽ BJPയുടെ കൂടെയാണ്, ദേവഗൗഡയുടെ കൂടെയാണ്. ആ ദേവഗൗഡയുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഈ കേരളത്തിൽ LDFന്റെ ഭാഗമായി മന്ത്രിയായി നിൽക്കുന്നത്. ഇതുവരെ കൃഷ്ണൻകുട്ടി ദേവഗൗഡയെ തള്ളിപ്പറയുകയോ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു വരികയോ ചെയ്തിട്ടില്ല, ഇല്ലല്ലോ. ഒന്നത്. അതോടൊപ്പം തന്നെ അവിടെ നമുക്കറിയാൻ സാധിക്കും മലപ്പുറവുമായി ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗമുണ്ട്, അല്ല അദ്ദേഹത്തിൻ്റെ അഭിമുഖമുണ്ട്, ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖം. അത് വന്നതിന് ശേഷം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഒരു PR ഏജൻസി കൊടുത്തതാണ്. ആ PR ഏജൻസി ആരാണ്? BJPയും സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന PR ഏജൻസി കൊടുത്ത ഒരു ഏജൻസിക്കാണ് ഇദ്ദേഹം ഹിന്ദുവിന് വേണ്ടി അദ്ദേഹം ഈ അഭിമുഖം കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ആ മലപ്പുറത്തെക്കുറിച്ച് പ്രത്യേകിച്ച് സംഘപരിവാർ ഉണ്ടാക്കുന്ന നെറേറ്റീവ് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. സർക്കാർ വിരുദ്ധമായ പല ഘടകങ്ങൾ കൂടി പ്രവർത്തിക്കുന്നതാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റിജിൽ, ഞാൻ ചോദിക്കുന്നത്, സർക്കാർ വിരുദ്ധത ഈ നാടാകെ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ സർക്കാർ വിരുദ്ധത ആഞ്ഞടിച്ചാൽ നിങ്ങൾ നാരോ എഡ്ജിലൊന്നും ജയിച്ചാൽ പോരാ, നിങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ പാലക്കാട് പിടിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ വലിയ ഭരണവിരുദ്ധ വികാരമാണ്, ജനങ്ങളാകെ ഒരു ഓൾട്ടർനേറ്റീവായി UDFനെയാണ് കാണുന്നത് എന്ന് തെളിയിക്കാൻ, എന്ന് ഉറപ്പോടെ പറയാൻ പറ്റുന്ന ഒരു മെജോറിറ്റി നിങ്ങൾ പാലക്കാട് ജയിക്കുമെങ്കിൽ നേടുമോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നേടാൻ സാധിക്കുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഈ മെട്രോമൻ ശ്രീധരൻ അദ്ദേഹം മത്സരിച്ചപ്പോഴാണല്ലോ ഈ BJPക്ക് ഒരു മെജോറിറ്റിയിലേക്ക് വരാൻ സാധിച്ചത്, അല്ലെങ്കിൽ അവർക്ക് ഒരു 3000 സംതിങ് വോട്ടിന് അവർക്ക് പരാജയപ്പെടാൻ സാധിച്ചത്. അതിനുശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ VK ശ്രീകണ്ഠൻ അവിടെ മത്സരിക്കുമ്പോൾ ഈ പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി തന്നെയായിരുന്നല്ലോ അവിടുത്തെ നിയമസഭയിൽ മത്സരിച്ച BJP കാൻഡിഡേറ്റ്. അദ്ദേഹത്തിന് ആ രൂപത്തിലേക്ക് അദ്ദേഹം അവിടെ മുനിസിപ്പൽ ചെയർമാനും മുനിസിപ്പൽ കൗൺസിലറൊക്കെ ആയി പ്രവർത്തിച്ച ഒരാളാണല്ലോ. അദ്ദേഹം 9000 വോട്ട്
വോട്ടിന് പിറകിലേക്ക് ആ നിയോജകമണ്ഡലത്തിൽ പോയിട്ടുണ്ട്. 2-3 മാസേ ആയിട്ടുള്ളൂ. ആ ഘട്ടത്തിൽ എങ്ങനെയാണ് BJPക്ക് അവിടെ ജയിക്കാൻ സാധിക്കുന്ന? ആ ഒരു കൃഷ്ണകുമാറിന് എന്താണ് ഈ 2-3 മാസം കൊണ്ട് പുതിയ ഒരു നെറേറ്റീവ് പാലക്കാട് ഉണ്ടാക്കാൻ സാധിക്കുക? ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അവിടെ BJPക്ക് ജയിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം BJP വിരുദ്ധ രാഷ്ട്രീയവും LDF വിരുദ്ധ രാഷ്ട്രീയവും അതിന് അനുകൂലമായി ചിന്തിക്കാൻ സാധിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ്. ഞാൻ ചോദിക്കുന്നത് BJP തകർന്ന് തരിപ്പണമായി കിടപ്പാണ്, BJP വിരുദ്ധ രാഷ്ട്രീയമുണ്ട്, ലെഫ്റ്റിനെതിരായിട്ടുള്ള വലിയ ആന്റി ഇൻകംബൻസി ഉണ്ട്. നിങ്ങൾക്ക് എത്ര ഭൂരിപക്ഷം കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ കിട്ടുമെന്നാണ് നിങ്ങളുടെ കണക്കെത്രയാണ്? അതാണ് ശ്രീ നിഷാദ്, ഞങ്ങൾ 5 ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾ കടക്കും. ആ രൂപത്തിലേക്കുള്ള ശക്തമായ രൂപത്തിലുള്ള അടിയൊഴുക്ക് ഈ 2 പാർട്ടിക്കകത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും മാത്രമല്ല, LDFന്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് തന്നെ അദ്ദേഹം കാലുമാറി വന്നു സ്ഥാനാർത്ഥിയായതും മുതൽ തന്നെ അവിടെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഷുക്കൂർ ഉൾപ്പെടെയുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർ എടുത്ത ഒരു വികാരമുണ്ട്. ആ വികാരത്തെ ഇവർ ഭീഷണിപ്പെടുത്തി ശമിപ്പിച്ചതാണെങ്കിൽ പോലും സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾക്ക് ഈ ഒരു സർക്കാരിനും അതോടൊപ്പം തന്നെ ഈ നിലപാടിനും എതിരെ ചിന്തിക്കുന്നവരാണ്. തൊട്ടടുത്തുള്ള കൊഴിഞ്ഞാമ്പാറയിൽ അത് ശക്തമായ രൂപത്തിൽ പുറത്തു വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കൊഴിഞ്ഞാമ്പാറ വികാരം പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഒരു ഏകപക്ഷീയമായ രൂപത്തിൽ ഒരു ഏകാധിപത്യ ഭരണത്തെ ആണല്ലോ ഇവർ നടത്തിക്കൊണ്ടുപോകുന്നത്. ഈ BP ദിവ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിന്റെ പൊതുമനസാക്ഷിക്കകത്ത് ഞാനിപ്പോ വരാം. PM ആർഷോ നോക്കൂ, ഗോവിന്ദ മാഷ് പറയുന്നത് ഞങ്ങൾ ചേലക്കര ജയിക്കും, ഞങ്ങൾ പാലക്കാട് മികച്ച മത്സരം കൊടുത്തു എന്നാണ്. നിങ്ങളുടെ സ്ഥാനാർത്ഥി സരിൻ ജയിക്കുന്നതിൻ്റെ കണക്കുകൾ പറയുകയാണ്. അദ്ദേഹം എവിടെയൊക്കെ ഏതൊക്കെ പോർഷൻസിൽ എങ്ങനെയൊക്കെയാണ് മുന്നേറുക എന്നതിനെക്കുറിച്ച് പറയുകയും പൂർണ്ണമായ വിജയത്തിൻ്റെ കോൺഫിഡൻസ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഈ അവസാനത്തെ രാത്രിയിൽ നിങ്ങൾ പാലക്കാട്ട് കാണുന്ന കഥ എന്താണ്? നിങ്ങൾ നില മെച്ചപ്പെടുത്തും, ബെറ്റർ ചെയ്യും എന്നാണോ, നിങ്ങൾ ജയിക്കുമെന്നാണോ? നിങ്ങളുടെ ആത്മവിശ്വാസത്തെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, കണക്കിനെ കുറിച്ചാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നതിന്റെ എത്രയോ ഇരട്ടി ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഏകദേശം മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന ഘട്ടത്തിൽ ഇരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ പാലക്കാട് നിയോജക മണ്ഡലത്തിനകത്ത് വിജയിക്കാൻ വേണ്ടി പോകുന്ന ഒരു നിലയുണ്ട്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് വോട്ട് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമായിരിക്കും. BJPയെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും വോട്ടിനകത്ത് വലിയ ഇടിവുണ്ടാകാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞങ്ങൾക്ക് വോട്ട് വലിയ തോതിൽ വർദ്ധിക്കുമെന്ന് മാത്രമല്ല, നാരോ എഡ്ജിൽ ഞങ്ങൾ വിജയിച്ചു കയറുന്ന നിലയുണ്ടാകും. ആ നിലയിലേക്കുള്ള സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു എന്ന വസ്തുത നമ്മുടെ എല്ലാം മുന്നിലുണ്ട്. ഈ 2 ക്യാമ്പുകളെ സംബന്ധിച്ച്, BJP ക്യാമ്പിനെ സംബന്ധിച്ചും കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ചും വലിയ തർക്കം. അദ്ദേഹം നേരത്തെ കൊഴിഞ്ഞാമ്പാറയൊക്കെ സൂചിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്നതിനിടയിൽ 1 ഡസന് മുകളിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ പരസ്യമായി ഡോക്ടർ P സരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന തെരഞ്ഞെടുപ്പാണ്. മറ്റേ ഒരു തെരഞ്ഞെടുപ്പിലും ഇതുപോലൊരു ചിത്രം നമ്മൾ കണ്ടിട്ടാവില്ല. എത്രയോ തെരഞ്ഞെടുപ്പുകൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്നതിനിടയിൽ നല്ല ജനസ്വാധീനമുള്ള 1 ഡസന് മുകളിൽ നേതാക്കൾ കോൺഗ്രസ് പാളെ ഉപേക്ഷിച്ച് ഡോക്ടർ P സരിന് പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ഇനി പോട്ടെ, ഈ പരസ്യമായി പ്രഖ്യാപിക്കാതെ പറയാതെ പറഞ്ഞതിന്റെ അനുഭവമല്ലേ ഏറ്റവും ഗൗരവത്തോടുകൂടെ ചർച്ച ചെയ്ത ഒന്നായിരുന്നു DCCയുടെ കത്ത്. DCC AICC നേതൃത്വത്തിന് അയച്ച കത്ത് പുറത്തു വന്നത്. ആ കത്ത് വെറുതെ ഒരു ദിവസം DCC ഓഫീസിലെ മേശവലിപ്പിൽ നിന്ന് ഞാനൊന്ന് ഇറങ്ങി മാധ്യമങ്ങളുടെ ഓഫീസ് വരെ പോയേക്കാം എന്ന് കത്ത് തീരുമാനിച്ചിട്ട് പുറത്തേക്ക് വന്നതല്ലല്ലോ. വളരെ കൃത്യമായി ജില്ലയിലെ കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ ആ കത്ത് മാധ്യമങ്ങൾക്ക് നൽകിയതാണ്. അത് നൽകിയതിലൂടെ, അത് പുറത്തു വന്നതിലൂടെ പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ്, പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക്, കോൺഗ്രസിന്റെ അനുഭാവികൾക്ക് കൊടുത്ത വളരെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് മറ്റൊന്നായിരുന്നില്ല, ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ കോൺഗ്രസുകാർ ഡോക്ടർ P സരിനോടൊപ്പമാണ്, UDF കെട്ടിയിറക്കിയിട്ടുള്ള ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പമല്ല എന്ന് പറയാതെ പറഞ്ഞു കോൺഗ്രസിന്റെ നേതൃത്വം. ആ നിലയിൽ കോൺഗ്രസിന് വലിയ പിന്നോട്ടുപോക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്ന, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം നേടാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു BJP ബാന്ധവെന്നൊക്കെ. എന്താ ഈ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വന്ന ആളുകൾ ആകെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ വിഷയം എന്താ? ഈ നിലയിൽ കോൺഗ്രസിനെ RSSന്റെ പാളയത്തിൽ കൊണ്ടുപോയി കെട്ടുന്നതിന് വേണ്ടി VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാണ് ശ്രമം എന്നുള്ളതായിരുന്നല്ലോ. ഇനി ജനങ്ങളുടെ മുൻപിൽ കണക്ക് സഹിതം തെളിവ് കിടക്കല്ലേ? ഈ സമീപകാലത്ത് BJP ജയിച്ച 2
തെരഞ്ഞെടുപ്പുകൾ. ഒന്ന് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം, മറ്റൊന്ന് 2016 നിയമം. ഈ രണ്ടിടത്തും BJPയുടെ വിജയം സാധ്യമായത് കോൺഗ്രസിന്റെ വോട്ട് വളരെ കൃത്യമായി BJP സ്ഥാനാർത്ഥിക്ക് പോയതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതിന്റെ കണക്കുകൾ നമ്മുടെ മുൻപിൽ നിൽക്കുകയല്ലേ. കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടല്ലാതെ കേരളത്തിൽ എവിടെയും BJPക്ക് ജയിക്കുക സാധ്യമല്ല എന്നുള്ളത് നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെ അതിനോടൊപ്പം തന്നെയാണ് ഈ പറഞ്ഞ പോലെ SDPയുമായി ഈ തെരഞ്ഞെടുപ്പിനകത്തുണ്ടാക്കിയിട്ടുള്ള ബന്ധം. ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സെക്യുലറായ മനുഷ്യർ എങ്ങനെ കോൺഗ്രസിന് വോട്ട് ചെയ്യണം, എങ്ങനെ BJPക്ക് വോട്ട് ചെയ്യണം, പാലക്കാടുമായി ബന്ധപ്പെട്ട്, പാലക്കാട് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായിരുന്നു പാലക്കാട് നിയോജക മണ്ഡലത്തിൽ, പാലക്കാട് നഗരത്തിൽ നടന്ന 2 കൊലപാതകം. അതിൽ ഒന്ന് നടത്തിയത് RSS ആയിരുന്നു, മറ്റൊന്ന് നടത്തിയത് SDP ആയിരുന്നു. പാലക്കാട്ടെ ജനതയുടെ സമാധാനാന്തരീക്ഷം തകർത്ത 2 കൊലപാതകങ്ങളായിരുന്നു. ആ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്ത SDPയുമായി വളരെ പരസ്യമായിട്ട് ധാരണയിലെത്തിയ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും ഇവർക്ക് എങ്ങനെ സെക്യുലറായിട്ടുള്ള മനുഷ്യർ വോട്ട് ചെയ്യും? പാലക്കാട് നിങ്ങൾ ആരാണോ വോട്ട് വർദ്ധിപ്പിക്കാൻ പോകുന്നത് ഞങ്ങൾ മാത്രമായിരിക്കും, ഞങ്ങൾ ചെറിയ വ്യത്യാസത്തിൽ വിജയിക്കാൻ പോകുന്നതാണ്. അതിനകത്ത് ആർഷോയുടെ അഭിപ്രായം, ആർഷോ പാലക്കാട് നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, BJPയെ സംബന്ധിച്ച് സാധാരണ ഒരു മത്സരമല്ല, അവർക്ക് സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നാണ് അവരിപ്പോൾ മത്സരിച്ച വോട്ട് എണ്ണലിന് കാത്തിരിക്കുന്നത്. അതേസമയം BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപാട് എതിർഘടകങ്ങൾ കൂടി പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പുമാണ്. BJPയുടെ സാധ്യതകളെ, നാളത്തെ സാധ്യതകളെ എങ്ങനെയാണ് രാഹുൽ കാണുന്നത്? ശ്രീ നിഷാദ്, 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളെല്ലാം മതേതരവാദി, ഞാനൊരു മതവാദിയുമായതുകൊണ്ട് സമുദായം തിരിച്ചുള്ള കണക്ക് പറയാൻ കൂടെ അങ്ങ് എനിക്ക് അനുവാദം തരണം. അതായത് നമ്മുടെ പാലക്കാട് എന്ന് പറയുന്നത് 7 അസംബ്ലി സെഗ്മെന്റ്സ്, പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ 7 അസംബ്ലി സെഗ്മെന്റ്സിൽ ഒന്നാണ്. അതിൽ SC വോട്ടേഴ്സ്, നമ്മുടെ ഷെഡ്യൂൾ കാസ്റ്റ് വോട്ടേഴ്സ് ഏകദേശം 10.91, അല്ലെങ്കിൽ 11%. ST വോട്ടേഴ്സ് കുറവാണ്. ഇവിടുത്തെ പാലക്കാട് ലാർജർലി 27 മുതൽ 30% വരെ ഉണ്ടെങ്കിലും ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 39,700 മുസ്ലിം വോട്ട്സുകളാണ്. അതായത് ഏകദേശം 22% ക്രിസ്ത്യൻ വോട്ടേഴ്സ് ഏകദേശം 3.2% ആണ്, വെർച്വലി അറൌണ്ട് 5648 ആണ്. ഹിന്ദു വോട്ടേഴ്സ് ഏകദേശം 74%, 74.3%, റഫ്ലി അറൌണ്ട് 1,31,000. അതിൽ സമുദായം തിരിച്ച് കണക്കില്ല, പക്ഷേ അവൈലബിൾ ആയ ഡേറ്റ വെച്ച് പറയുന്നത് 12% നായർ വോട്ടേഴ്സ്, ബാക്കി ഈഴോ വോട്ടേഴ്സ്, പിന്നെ വ്യത്യസ്ത സമുദായങ്ങളിലെ വോട്ടേഴ്സ് ഒക്കെയാണ്. ഇതിൽ ഏറ്റവും രസകരമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സെക്കുലറാണ്, എന്റെ സുഹൃത്താണ്, അദ്ദേഹം അങ്ങനെ ജാതിയോ മതോ ചിന്തയില്ലാത്തവനാണ്. എന്നിരുന്നാലും ഒരു തെക്കൻ നായരായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിക്കുകയാണെങ്കിൽ അത് BJPക്ക് വലിയൊരു തിരിച്ചടിയാണ്. സന്ദീപ് വാര്യർ പോയതുകൊണ്ട് മാത്രമല്ല, തെക്ക് നിന്ന് വന്നൊരു നായർ പാലക്കാട് ജയിക്കുകയാണെങ്കിൽ, അതായത് ഷാഫി പറമ്പിന്റെ എല്ലാ സമുദായങ്ങളുടെ ഇടയിലും വലിയൊരു സ്വാധീനമുണ്ട്. നമ്മുടെ ആലങ്കാരികമായി BRM ഷഫീർ പറയുന്ന പോലെ അഗ്രഹാരത്തിലെ അമ്മമാരും അന്തർജനങ്ങളും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്ന ആളാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ ഷാഫി പറമ്പിലിന് വളരെ ശക്തമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സമുദായത്തിന്റെ വോട്ടും, അതോടൊപ്പം ഈ നായർ വോട്ടുകൾ അടക്കമുള്ള കാര്യം വരികയാണെങ്കിൽ വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സന്ദീപ് വാര്യർ അടക്കം വന്നത് പോസിറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ സന്ദീപ് വാര്യർ വന്നുകൊണ്ട് തന്നെ BJPയും RSSും അടക്കം വളരെ ഉണർന്ന് പ്രവർത്തിക്കുകയും സവർണ ഹിന്ദു വോട്ടുകളിൽ ഇങ്ങനെ ചോർച്ച ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും അവ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കരിസ്മയുണ്ട്. അപ്പൊ ആ കരിസ്മയുമായിട്ട് മുമ്പോട്ട് പോയാൽ അവരുടെ ഒരു കോർ കോൺസ്റ്റിറ്റ്യുവൻസി ഡയല്യൂട്ട് ആകും എന്ന് തോന്നുകയും ചെയ്തു. അപ്പൊ CPM കൂടെ ചെയ്തത് 2 പ്രധാനപ്പെട്ട മുസ്ലിം പത്രങ്ങളിലും കൂടെ പരസ്യം കൊടുക്കുമ്പോൾ ഷാഫി പറമ്പിലിന് വലിയൊരു രീതിയിൽ ലഭിച്ചുകൊണ്ടിരുന്ന ഈ 39,000 വലിയ ശതമാനമുള്ള വോട്ടുകൾ ഒന്ന് തണുപ്പിക്കാനും അത്രയും വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാതിരിക്കാനുമാണ് ഈ മുസ്ലിം മാനേജ്മെന്റ് പത്രങ്ങളിൽ വലിയ രീതിയിൽ CPM പരസ്യം കൊടുക്കുന്നത്. കാര്യം ആ രീതിയിൽ മുസ്ലിം നായർ വോട്ടുകൾ എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ പോയാൽ അത് വീണ്ടും ഒരു ഉറച്ച കോട്ടയായി മാറും. അപ്പം പാലക്കാട് ആയിരിക്കും ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയി വരുന്നത്. നേരത്തെ ശ്രീ ആനന്ദ് കൊച്ചുകൂടി പ്രമുഖനായ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ പോലെ പ്രിയങ്ക ഗാന്ധി ജയിക്കും, പക്ഷെ നവ്യയുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു. മീഡിയ സ്പേസിലൊക്കെ നവ്യ അടക്കമുള്ളവർ വളരെ ശക്തമായ ഒരു സ്വാധീനം അറിയിച്ചു. അപ്പൊ എത്ര പെർസെന്റേജ് കുറഞ്ഞാലും, ഭൂരിപക്ഷം കുറയുമോന്ന് അറിയില്ല, കുറയുകയാണെങ്കിൽ അത് നവ്യ എന്ന് പറയുന്ന ഒരു വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാവിന് വലിയൊരു പ്രൊഫൈൽ കിട്ടും, പ്രൊവൈഡഡ് അവരുടെ വോട്ടും കൂടെ കൂടുകയാണ്. ചേലക്കര കുറെ കൂടെ ടൈറ്റ് ആയിരിക്കും. CPMന് കുറെ കൂടെ, ഇടതുപക്ഷത്തിനും CPMനും സ്ട്രോങ് ആയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്, കമ്മ്യൂണിസ്റ്റ് വോട്ടേഴ്സ് ഉള്ളതാണ്. BJPക്ക് അടക്കം ഒരു നെഗ്ലിജിബിൾ പ്രാധാന്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ചേലക്കരയുടെ ബാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ക്യാമ്പയിൻ പല രീതിയിലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ടൈറ്റ് ആവുമെന്നാണ് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ നാളെ മഹാരാഷ്ട്ര ഇലക്ഷന്റെ ഒക്കെ ആവേശത്തോടൊപ്പം തന്നെ ഏറ്റവും രസകരമായി പാലക്കാട്ടെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇക്വേഷൻസ് എങ്ങനെ വരും എന്നും കൂടെ അറിയാൻ ആൾക്കാർക്ക് താല്പര്യം കാണും. കാര്യം പാലക്കാട് ഉണ്ടാകുന്ന ഇമ്പാക്ട് കുറെ കാലങ്ങളിലേക്കെങ്കിലും നിലനിൽക്കും. അതൊരു പുതിയ രീതിയിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് പാലക്കാട് ഒരു എഡ്ജ് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. പക്ഷെ അവസാന നിമിഷം സംഘപരിവാർ ഉണർന്ന് പ്രവർത്തിച്ച് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. നാളെ അറിയാൻ പറ്റും. പക്ഷേ വളരെ നെയിൽ ബൈറ്റിംഗ് ഫിനിഷ് ആയിരിക്കും നാളെ സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അല്ല, ബി ജെ പിക്ക് അങ്ങനെ സ്വാഭാവികമായൊരു വളർച്ചയുടെ സാധ്യത താങ്കൾ കാണുന്നില്ല എന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഒരു വോളട്ടൈലാണ്. അല്ല രാഹുൽ, ഞാൻ ചോദിക്കുന്നത് ബി ജെ പിയുടെ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു പാലക്കാട്. ബി ജെ പിയുടെ സ്വീകാര്യത കൂടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. സന്ദർഭത്തിനൊപ്പിച്ചാണ് സംഭവിക്കുക. പലതരത്തിലുള്ള ടാക്ടിക്സ് അത് നിലനിർത്താൻ വേണ്ടി വരും. ചിലയിടപ്പോൾ അത് പാളിപ്പോകും. അങ്ങനെ കാണേണ്ടതുള്ളൂ പാലക്കാട്ടെ ബി ജെ പി എന്നുകൂടി പറയാണോ? അല്ല, അങ്ങനെയല്ല. ശ്രീ കൃഷ്ണകുമാർജിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ട്രോങ് ആയിട്ട് ഒരു ഓർഗനൈസറാണ്, നല്ലൊരു ബാക്ക് റൂം ഓപ്പറേറ്ററാണ്. അദ്ദേഹം മീഡിയയിൽ വന്ന് വലിയ രീതിയിൽ കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയല്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയോ സന്ദീപ് വാര്യരെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ മീഡിയയിൽ വന്ന് സ്ട്രോങ് ആയ ഒരു പ്രസൻസ് അറിയിക്കുന്ന വ്യക്തിയല്ല. നേരെ തിരിച്ച് അദ്ദേഹം കുറെ കൂടെ പ്രവർത്തകരോട് പരിചയമൊക്കെ ഉള്ളതാണ്. സന്ദീപ് വാര്യരോടക്കം ഈഗോ ക്ലാഷോ പേഴ്സണാലിറ്റി ക്ലാഷോ ഒക്കെ ഉണ്ടായിരുന്നു എന്നും അറിയാം. ഇപ്പം ശ്രീ കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ നിന്നാൽ ഇഷ്യൂ കുറെ കൂടെ ടൈറ്റ് ആവാൻ, പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ വലിയൊരു വോട്ട് ക്യാച്ചറാണ്. അതിന് മുമ്പ് പാലക്കാട് നിന്നിട്ടും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം ശോഭാ സുരേന്ദ്രന് സ്ത്രീ എന്ന കരിസ്മയുണ്ട്, അവരൊരു വോട്ട് ക്യാച്ചറാണ്. ശോഭാ സുരേന്ദ്രൻ നിന്നെങ്കിൽ കുറച്ചുകൂടെ ടൈറ്റ് ആകുമായിരുന്നു. അപ്പം ബി ജെ പിക്ക് ഒരു നാച്ചുറൽ ഗ്രോത്തിന്റെ പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം കോയമ്പത്തൂരൊക്കെ പോലെ സാക്ഷാൽ കമലഹാസനെ വരെ അവിടെ ബി ജെ പി തോൽപ്പിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതൽ അർബനൈസ് ആകുന്ന ഒരു വോട്ടേഴ്സും നഗര കേന്ദ്രീകൃതമാകുന്ന വോട്ടേഴ്സും ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സെന്റർ റൈറ്റ് എക്കണോമിക്സും സെന്റർ റൈറ്റ് കൾച്ചറൽ സ്പേസിലേക്കും ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത് നാച്ചുറലാണ്. കോൺഗ്രസിന്റെ കൂടുതൽ വോട്ടുകളും വരുന്നത് കുറെയെങ്കിലും എല്ലാ ഏരിയയിൽ നിന്നും വരുന്നെങ്കിലും റൂറൽ ഏരിയാസിൽ നിന്നാണ്. ബി ജെ പിക്ക് അപ്പർ ഹാൻഡ് കിട്ടുന്നത് നഗരസഭാ കേന്ദ്രങ്ങളിലും മറ്റുമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് മീഡിയ വണ്ണിലും ഏഷ്യാനെറ്റിലും കോൺഫ്ലിക്റ്റിംഗ് റിപ്പോർട്ട്സ് കണ്ടു, എവിടെയാണ് വോട്ട് ശതമാനം കൂടിയത് കുറഞ്ഞതെന്ന്. ഞാനിപ്പോൾ ഒറീസയിലാണ്, എനിക്ക് കൊണ്ട് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ പാലക്കാട് രാഹുൽ ജയിക്കുകയാണെങ്കിൽ അത് ഷാഫി പറമ്പിലിനെ കുറെ കൂടെ ശക്തമാക്കും. പുതിയൊരു ഇക്വേഷൻ ഉണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ കാസ്റ്റ് കമ്മ്യൂണിറ്റി കോൺഷ്യസ് അല്ലെങ്കിൽ പോലും അത് ഒരു പുതിയ സോഷ്യൽ ഇക്വേഷൻ പ്രൊജക്ട് ചെയ്യാൻ കഴിയുകയും ഒരു മതേതരത്വം അവരും മതസൗഹാർദ്ദവും ഞങ്ങളും ഒക്കെ വിളിക്കുന്ന രീതിയിൽ അതിന്റെ വിജയമായി ചിത്രീകരിക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ, ഒരു ചെറിയ വോട്ട് പെർസെന്റേജിലാണ് ജയിക്കുന്നതെങ്കിൽ പോലും സന്ദീപ് വാര്യർക്കും അതിന്റെ ഒരു ക്രെഡിറ്റ് പോകും. ഒരു ചെറിയ പെർസെന്റേജിലാണ് ജയിക്കുന്നതെങ്കിൽ അത് സന്ദീപ് വാര്യർ ഇഫക്റ്റും കൂടെ കൊണ്ടാണ് എന്ന രീതിയിൽ അതിന് ഒരു വ്യാഖ്യാനം ചമയ്ക്കാനും എളുപ്പമാണ്. പക്ഷേ സന്ദീപ് വാര്യർക്കെതിരെ ഒരു സ്ട്രോങ് കൗണ്ടർ കൺസോൾട്ടേഷൻ അവസാന നിമിഷം നടത്താൻ പരമാവധി ശ്രമിച്ചിരുന്നു, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയ ഒക്കെ വഴി. എത്രമാത്രം വിജയിച്ചു എന്നൊന്നും അറിയില്ല. പക്ഷേ സന്ദീപ് വാര്യർക്ക് അവിടെ ശക്തമായ സ്വാധീനമുണ്ട്. ചില സമുദായങ്ങളിലടക്കം സന്ദീപ് വാര്യർക്കും പ്രത്യേകിച്ച് അമ്മയുടെ സമുദായത്തിലൊക്കെ അതിന്റെ ഒരു സ്വാധീനമുണ്ട്. അപ്പം ബി ജെ പിയുടെ വോട്ട് പോയോ കുറഞ്ഞോ അവസാന നിമിഷം തിരിച്ചു വന്നു എന്ന് ക്ലെയിം ചെയ്തത് ശരിയായോ? എനിക്ക് തോന്നുന്നു ടൈറ്റ് കോമ്പറ്റീഷൻ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും നമ്മുടെ ശ്രീ കൃഷ്ണകുമാർജിയും തമ്മിലാണ്. ഐ മീൻ സരിനെ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, എനിക്ക് വളരെ ആദരവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ കൂടുതൽ കോമ്പറ്റീഷന്റെ ചാൻസ് അങ്ങനെയാണ്. പിന്നീട് ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ത്യൻ രാഷ്ട്രീയം എന്ന മഹാത്ഭുതത്തിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ തോൽക്കുന്നതിന് തൊട്ടു നിമിഷം മുമ്പ് വരെ ഞങ്ങൾ ജയിക്കുമെന്ന് എല്ലാ പാർട്ടികളും പറയും. അതൊരു തെറ്റല്ല, കാര്യം അങ്ങനെ പറഞ്ഞേ പറ്റൂ. രാഷ്ട്രീയക്കാരുടെ നറേറ്റീവ് അങ്ങനെയാണ്. തോറ്റു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രശ്നം പഠിച്ചിട്ട് പിന്നീട് പറയാമെന്നും പറയും. അതൊരു സ്റ്റാൻഡേർഡ് ഉത്തരം മാത്രമാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വേഴ്സസ് കൃഷ്ണകുമാർജി ആയിരിക്കാം ഫൈറ്റ് വരുന്നതെന്നാണ് തോന്നുന്നത്. അത് സരിനെ വില കുറച്ച് കാണുന്നതുകൊണ്ടല്ല. സരിൻ IAS ആണ്, പ്രഗത്ഭനാണ്. പക്ഷേ കൂടുതൽ സാധ്യതകൾ ഇവർക്ക് രണ്ടുപേർക്കുമാണ്. ശരി, ആനന്ദ് കൊച്ചുകൂടി, LDFന്റെ പെർഫോമൻസ് പാലക്കാടും താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ LDF ബെറ്റർ ചെയ്യുമെന്നാണ് LDF അവകാശപ്പെടുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടി വോട്ട് കൂട്ടുന്നെങ്കിൽ അത് ഞങ്ങളായിരിക്കുമെന്നാണ്. സരിനെ നിർത്തുകയും ഇത്രയും ബഹളമുണ്ടാക്കുകയും ചെയ്യുക വഴി ഞാനൊന്ന് വരാം രാഹുൽ, ഇത്രയും ഒരു വലിയ വിസിബിലിറ്റി സൃഷ്ടിക്കുക വഴി LDFന് കുറച്ചുകൂടി ഒന്ന് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്ന ഒരു ഹോപ്പ് അവർക്കുണ്ട്. അത് എത്ര വരെ പോകുന്നുവെങ്കിൽ ആനന്ദിന് എന്താണ് തോന്നുന്നത്? സത്യം പറഞ്ഞാൽ നിഷാദ്, എനിക്ക് തോന്നുന്നത് സരിന് ഒരു 5000 വോട്ട് കഴിഞ്ഞ തവണ CP പ്രമോദിന് കിട്ടിയേക്കാൾ ഒരു 5000 വോട്ട് കുറയുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കണ്ണാടി മാത്തൂരൊക്കെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ, ഈ മാത്തൂർ എന്നൊക്കെ പറഞ്ഞാൽ തീരെ ഗ്രാമപ്രദേശമാണ്, പാലക്കാടിന് അടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിലും അവിടെയൊക്കെ വളരെ റൂറലായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ അരിവാൾ ചുറ്റിക ചിഹ്നമില്ലാതെ ഇവർ ഈ സ്റ്റെതസ്കോപ്പ്, ഡോക്ടറുടെ കുഴൽ എന്നാണ് ഇവർ പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് എത്രമാത്രം വിജയിക്കും? അവിടെയൊക്കെയുള്ള സാധാരണ ആൾക്കാർക്ക് ഈ അരിവാൾ ചുറ്റിക എന്ന് പറഞ്ഞാൽ അവർ ജനിച്ചപ്പോൾ തുടങ്ങി കാണുന്ന അല്ലെങ്കിൽ അവിടെയൊക്കെ ഉള്ള ഒരു പ്രതീകമാണ്. ആ പ്രതീകമില്ലാതെ ഇദ്ദേഹം ഈ ശ്രീധരനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരാളാണ് എന്ന രീതിയിലൊക്കെ പ്രൊജക്റ്റ് ചെയ്താൽ, ഒന്നാമത് ഇദ്ദേഹത്തിനൊരു ടെക്നോക്രാറ്റിൻ്റെ ലുക്കോ ഫീലോ ഒന്നുമല്ല. ഇദ്ദേഹം ഒരു സാധാരണക്കാരൻ്റെ പോലെയാണ് ഇദ്ദേഹം ഇടപഴകുന്നതും ഒക്കെ. അത് നല്ല കാര്യമാണ്, ഞാൻ ഒരു മോശം കാര്യമായിട്ട് പറയുന്നതല്ല. പക്ഷേ ഈ ശ്രീധരനെയൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ എനിക്കൊരു പന്തികേട് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ CPM എന്ന പാർട്ടി തുടക്കം മുതൽ ഈ ക്യാമ്പയിനിൽ ശ്രദ്ധിച്ചത് സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ ചർച്ചയാകാതിരിക്കാനാണ്.
അതിനാണ് ഓരോ ദിവസവും ഓരോ വിവാദം. രാവിലെ എല്ലാ ദിവസവും AK ബാലൻ CPM-ന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് പുറകിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഓരോ ബൈറ്റുകൾ കൊടുക്കും. അങ്ങനെ അജണ്ട സെറ്റ് ചെയ്യാനായിരുന്നു ആദ്യം കുറേ ദിവസം അവർ ശ്രമിച്ചത്. ഇത് മനസ്സിലാക്കി കോൺഗ്രസ്സുകാരെന്ത് ചെയ്തു? VK ശ്രീകണ്ഠനെ പ്രതിരോധിക്കാൻ ഏർപ്പാടാക്കി. ആദ്യം കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ മുഴുവൻ പ്രശ്നമായിരുന്നു. ഷാഫി പറമ്പിലിനെതിരെയും VD സതീശിനെതിരെയും അവിടുത്തെ ഗ്രൂപ്പുകാർ വലിയ ഒരു തരത്തിൽ പ്രശ്നമുണ്ടാക്കി. VK ശ്രീകണ്ഠൻ സ്വയം ഡ്രാഫ്റ്റ് ചെയ്ത ലെറ്ററാണ് ഈ പുറത്തു വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കത്തിൽ ഒപ്പിട്ട ഒരാൾ എന്നോട് പറഞ്ഞത് അത് VK ശ്രീകണ്ഠൻ ഡ്രാഫ്റ്റ് ചെയ്തതാണെന്നാണ്. പക്ഷേ CPM ഈ പെട്ടി വിവാദമുണ്ടാക്കി വലിയ ഒരു ഷോ കാണിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഈ ശ്രീകണ്ഠൻ ഉൾപ്പെടെ ഷാഫി ഉൾപ്പെടെ എല്ലാവരും ഒന്നിക്കുകയും ഈ സന്ദീപ് വാര്യരുടെ കാര്യം പറഞ്ഞ പോലെ സന്ദീപ് വാര്യർ പോയപ്പോൾ BJP-ക്കാർ ഒന്നിച്ചു എന്ന് പറയുന്നത് പോലെ പെട്ടി വിവാദത്തിൽ കോൺഗ്രസ്സുകാർ ഒന്നിക്കുകയും അവർ വളരെ ഐക്യത്തോടെ പ്രവർത്തിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് CPM-ന്റെ കാര്യത്തിൽ ഞാൻ ആദ്യം ശങ്കിച്ചിരുന്നു സരിനെ CPM എങ്ങനെ സ്വീകരിക്കും. ഞാൻ കണ്ടത് CPM-ന്റെ അവിടുത്തെ DYFIയുടെ ജില്ലാ പ്രസിഡന്റ് ജയദേവൻ മുഴുവൻ സമയവും സരിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മുഴുവൻ സമയവും സരിൻ്റെ ഇവർ DYFIക്കാരെല്ലാം സരിനെ അവരുടെ സ്വന്തം ആളെ പോലെ കണക്കാക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് വ്യക്തി വൈരാഗ്യം സൂക്ഷിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് മാത്രം സരിനോട് ഒരു തരത്തിൽ ഇടപഴകാൻ കഴിയില്ല. മറ്റുള്ളവർക്കെല്ലാം എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അവരേറ്റെടുത്തു സരിനെ. ഇനിയിപ്പോൾ സരിൻ പരാജയപ്പെട്ടാൽ സരിനെ എങ്ങനെ ഈ TK ഹംസയ്ക്ക് പണ്ട് ബേപ്പൂർ സീറ്റ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത പോലെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കുമോ, അതോ സരിനെ ഇനി പെരുവഴിയിലാകുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും അവിടെ CPM-ന്റെ വോട്ട്, അതാണല്ലോ നിഷാദ് എന്നോട് ചോദിച്ചത്, അത് കൂടാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഒരു 5000 വോട്ട് കുറയാനാണ് ഇത്രയും ഗിമ്മിക്സും ഇത്രയും വലിയ ഒരു എന്താ പറയുക ഷോ കാണിച്ചിട്ടും അല്ലെങ്കിൽ ദിവസവും ഓരോ വിവാദങ്ങളും ഓരോ ഡൈവേഷണറി ടാക്ടിക്സും അവിടെ AK ബാലനും MP രാജേഷും EN സുരേഷ് ബാബു എന്ന അദ്ദേഹം ഒരു പ്രഗത്ഭനായ സംഘാടകനാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ ചിറ്റൂർ മുനിസിപ്പാലിറ്റിയിൽ ഇതുപോലെ ഒരു സ്വതന്ത്രരെ 11 പേരെ കുടച്ചിഹ്നത്തിൽ നിർത്തി 70 വർഷം കോൺഗ്രസ് ഭരിക്കുന്ന ചിറ്റൂർ മുനിസിപ്പാലിറ്റി അട്ടിമറിച്ച് വിജയിച്ചതാണ്. പക്ഷേ പാലക്കാട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാലക്കാടത്തെ കമ്മ്യൂണിറ്റി ഇക്വേഷൻ CPM-ന് ഒരു തരത്തിലും അവിടെ ജയിക്കാവുന്ന സാഹചര്യമില്ല. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മൂത്താൻ സമുദായം വലിയ തോതിലുണ്ട്. 10,000 ഒന്നുമല്ല, അതിൽ കൂടുതൽ വോട്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആകെ ഒരു അടിയൊഴുക്ക്, നേരത്തെ ഞാൻ പറഞ്ഞ അടിയൊഴുക്കിൽ പെടാത്തൊരു അടിയൊഴുക്ക്, അവിടെ പ്രിയ അജയൻ എന്ന മൂത്താൻ സമുദായക്കാരിയെ മാറ്റിയ വിഷയത്തിൽ അവിടെ മൂത്താൻ സമുദായത്തിനിടയിൽ ഒരു അടിയൊഴുക്ക്. അത് സന്ദീപ് വാര്യർ പോയതിന് പിന്നാലെ അത് ഏതെങ്കിലും തരത്തിൽ മറ്റു പാർട്ടികൾക്ക് മുതലാക്കാൻ, പ്രത്യേകിച്ചും കോൺഗ്രസിന് മുതലാക്കാൻ കഴിഞ്ഞോ? കോൺഗ്രസ് ആ കാര്യത്തിലൊന്നും മുതലെടുപ്പ് നടത്തിയിട്ടില്ല എന്നാണ് BJP-യുടെ വളരെ പ്രമുഖനായ ഒരു നേതാവ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം മൂത്താൻ സമുദായക്കാരനാണ്. മൂത്താൻ സമുദായത്തിലെ BJP-യുടെ ഏറ്റവും സീനിയർ നേതാവാണ്. അദ്ദേഹം 4 വർഷമായിട്ട് പാർട്ടിയുമായി തെറ്റി നിൽക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം പിന്നെ മറ്റൊരു കാര്യം, ഈ കൃഷ്ണകുമാറിൻ്റെ നെഗറ്റീവ് ഇമേജാണ്. ഇപ്പോൾ നേരത്തെ രാഹുൽ പറഞ്ഞല്ലോ ശോഭാ സുരേന്ദ്രനാണെങ്കിൽ സാധ്യത കൂടുമായിരുന്നു എന്ന്. ഞാനൊരു കുറച്ചുകൂടി കടത്തി പറയാം. അവിടെ ശോഭാ സുരേന്ദ്രൻ എന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ജയിച്ചേനെ, അവിടെ രാഹുൽ തോറ്റേനെ. കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ. ഇത്തവണ BJP അവർ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ BJP-ക്കാർക്ക് സ്വയം അങ്ങനെ ജയിക്കാനുള്ള ആഗ്രഹമൊന്നുമില്ല. ഈ മൂത്താൻ സമുദായം കൂടാതെ അവിടെ ചെട്ടി സമുദായമുണ്ട്. ഈ ചെട്ടി സമുദായം മൂത്താൻ സമുദായം എല്ലാം BJP-ക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇത്രയും കുറച്ച് വോട്ടുകൾ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ CPM-ന് ഒരു സാധ്യതയും ഇല്ലാത്തത്. 2016 അവിടെ NN കൃഷ്ണദാസ്, സാക്ഷാൽ NN കൃഷ്ണദാസ് മത്സരിച്ച് 3ാം സ്ഥാനത്ത് പോയതാണ്. കഴിഞ്ഞ തവണ CP പ്രമോദായിരുന്നു. ഇത്തവണ സരിൻ എന്ന് അവർക്കൊരു സ്ഥാനാർത്ഥി ഇല്ലാത്ത അവസ്ഥയിൽ അവിടെ ഗോകുൽദാസിനെയോ നിതിൻ കണിച്ചേരിയോ അതുപോലെയൊക്കെ ആരെങ്കിലുമൊക്കെ അവതരിപ്പിച്ച് മറ്റേ ബിനുമോളയോ ആരെങ്കിലുമൊക്കെ അവതരിപ്പിച്ച് ആരെയാണ് നിർത്തേണ്ടത് എന്ന് ഇവർ ആലോചിച്ചിരുന്ന ഘട്ടത്തിലാണ് സരിൻ പെട്ടെന്ന് വീണ് കിട്ടിയത്. അപ്പോൾ സരിനെ നിർത്തി അവർ പരമാവധി അത് കൊഴുപ്പിക്കാൻ നോക്കി. കൊഴുപ്പിക്കലൊക്കെ കൊള്ളാം, പക്ഷേ ആൾക്കാർ വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നാളെ കാണാം. ശരി. അല്ല, ആർഷോ, പാലക്കാട് നിങ്ങൾക്ക് വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ആത്മവിശ്വാസം പ്രകടമാക്കുകയാണ്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് കേട്ടാൽ വിജയിക്കുമെന്ന പൂർണ്ണമായ കോൺഫിഡൻസ് ഇല്ല. അവിടെ നിങ്ങൾക്ക് സെക്കൻഡ് പൊസിഷനിലേക്കെങ്കിലും വരാൻ കഴിയുമോ? നിങ്ങൾ ആർഷോ തന്നെ പറയുന്നത് പോലെ നിങ്ങൾ ഒരു എത്രമാത്രം ബെറ്റർ ചെയ്യുമെന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്.
പാലക്കാട് വിജയിക്കാതിരിക്കുക, കഴിഞ്ഞ തവണത്തേക്കാൾ കാര്യമായ മുന്നേറ്റമൊന്നും നടത്താൻ കഴിയാതെ വരിക, ചേലക്കരയിൽ വിജയിച്ചുവെങ്കിൽ തന്നെയും നേരത്തെ ഉണ്ടായിരുന്ന 39,000-ന്റെ പാതിയിൽ താഴേക്ക് ഭൂരിപക്ഷം പോവുക, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എങ്കിൽ അത് വലിയ തോതിലുള്ള അമർഷം സർക്കാരിനോടും റൂളിംഗ് പാർട്ടിയോടും ജനങ്ങൾക്കുണ്ട് എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടതിലേക്ക് കാര്യങ്ങൾ എത്തുമോ ആർഷോ? അത് ആനന്ദ് കൊച്ചുകുടിയുടെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്നുള്ളതല്ലാണ്ട് മറ്റൊന്നും പറയാനില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൽ ഒരു കുറവില്ല. അപ്പൊ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, ചിഹ്നം ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ വോട്ടർമാർക്ക് പ്രയാസാകും എന്നൊക്കെയുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ചിട്ടയോടുകൂടിയുള്ള സംഘടനാ പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അവസാനത്തെ വീട്ടിലേക്കും അവസാനത്തെ വോട്ടറിലേക്കും എത്തിക്കുന്ന നിലയിലേക്ക് ക്രമപ്പെടുത്തി വളരെ ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി. ഞങ്ങളെ സംബന്ധിച്ച് ഈ ചിഹ്നവും സ്ഥാനാർത്ഥിയെയും അവസാനത്തെ വോട്ടറെയും പരിചയപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയാസമുള്ള ഒരു പ്രവർത്തനമൊന്നും ആയിരുന്നില്ല. വളരെ കൃത്യമായി തന്നെ ഞങ്ങളുടെ പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വിജയിക്കുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. ആ നിലയിലേക്കുള്ള വോട്ട് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ കണക്കുകൾ തന്നെ എടുത്ത് പരിശോധിച്ചു, നമ്മൾ ഓരോ ബൂത്ത് എടുത്ത് പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടും. ഈ പറഞ്ഞ കോൺഗ്രസിന് അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ BJPക്ക് ആധിപത്യം ഉണ്ടായിരുന്ന പല ബൂത്തിനകത്തും വോട്ട് വല്ലാതെ കുറഞ്ഞത്. ഇപ്പോൾ പിരായിരി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് മാത്രം എടുത്ത് നോക്കി, പിരായിരി പഞ്ചായത്തിനകത്ത് 11,000-ഓളം വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഞങ്ങളുടെ മുഴുവൻ വോട്ടും, ഞങ്ങളുടെ അവസാനത്തെ വോട്ടും പോൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്ന നിലയിലേക്ക് ചിട്ടയോടുകൂടെ ഞങ്ങൾക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയുമ്പോൾ 11,000-ഓളം വോട്ട്, ആ വോട്ട് ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ വോട്ട് ചെയ്തിരുന്ന വോട്ടായിരുന്നില്ല ഇത്തവണ പോൾ ചെയ്യപ്പെടാതിരുന്നിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളതിനകത്ത് ഒരു തർക്കവും വേണ്ട. ഇനി ഈ ആനന്ദ് കൊച്ചുകുടി ഉൾപ്പെടെയുള്ള ആളുകൾ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഈ 13 ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നല്ലോ 13 കൊല്ലക്കാലം UDFന്റെ ജനപ്രതിനിധി പാലക്കാട് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് എന്ത് ഇടപെടൽ നടത്തി, ഈ മണ്ഡലത്തിനകത്ത് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ത് ഇടപെടൽ നടത്തി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുന്നതിന് വേണ്ടി UDFനോ കോൺഗ്രസിനോ സാധ്യമായിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ. സമാനമായ നിലയിൽ പാലക്കാട് നഗരസഭ 8 കൊല്ലമായിട്ട് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന നഗരസഭയാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ സാമുദായികപരമായ ഇക്വേഷന്റെ പുറത്ത് മാത്രം വോട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ നഗരസഭയിലുള്ള വോട്ടർമാർ എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ അങ്ങോട്ട് കുറച്ച് കാണല്ലേ. ഈ നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട് ജനവിരുദ്ധതയുടെ വികസന മുരടിപ്പിന്റെ കേന്ദ്രമായിട്ട് പാലക്കാട് നഗരം മാറിയ 8 കൊല്ലാണ് കടന്നുപോയിട്ടുള്ളത്. സ്വാഭാവികമായും ഇതിനെതിരെ ജനങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാവില്ലേ? പാലക്കാട് നഗരത്തിലൂടെ സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു റോഡുണ്ടോ? ഈ പറഞ്ഞ ടൗൺ ഹാൾ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ ഈ നഗരത്തിലെ വോട്ടർമാർ, ഈ നഗരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ നേരിടുന്നുണ്ട്. ഇതിനെയൊക്കെ കാണാതെ അല്ലെ ഇതിനോടൊക്കെ കണ്ണടച്ചുകൊണ്ട് സാമുദായികപരമായിട്ടുള്ള ഇക്വേഷന്റെ പുറത്ത് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ വോട്ടർമാരെ ആകെ വില കുറച്ച് കാണാൻ വേണ്ടി നിൽക്കല്ലേ. ഇതുൾപ്പെടെയുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ ഈ നഗരത്തിൽ, ഈ മണ്ഡലത്തിൽ ചർച്ചയായിട്ടുണ്ട്. പിരായിരി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ, വികസന പ്രശ്നങ്ങൾ ചർച്ചയായിട്ടുണ്ട്. മാത്തൂർ പഞ്ചായത്ത്, ആ പഞ്ചായത്തിലെ വികസന വിരുദ്ധത, ഈ പഞ്ചായത്തിനകത്തുള്ള പഞ്ചായത്ത് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായിട്ടുള്ള ഇടപെടലുകൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ചയായിട്ടുണ്ട്. ജനങ്ങളെ ബാധിക്കുന്ന ഓരോ വിഷയവും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ചയാക്കിയിട്ടുണ്ട്. അതാകെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതിരുന്ന പല വോട്ടുകളും ഇത്തവണ ഡോക്ടർ പി സരിൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഞങ്ങളുടെ ആത്മവിശ്വാസം. ഇപ്പോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അരിവാൾ ചുറ്റിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഈ പറഞ്ഞ പോലെ വോട്ട് ചെയ്യാതിരിക്കും എന്ന് പറഞ്ഞല്ലോ. അരിവാൾ ചുറ്റി 35,000 വോട്ടാണ് കഴിഞ്ഞ എല്ലാ പ്രയാസഘട്ടത്തിലും ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള 35,000 വോട്ടാണ്. ആ 35,000 വോട്ട് BJPയെ പേടിച്ച് BJPയുടെ വിജയം ഭയന്ന് ഞങ്ങൾ സഹായിച്ചിട്ടാണ് ഷാഫിയും UDFും എക്കാലവും ജയിച്ചത് എന്ന തിയറി നാളെ അവസാനിപ്പിക്കേണ്ടി വരും. പിന്നെ അത് പറയാൻ പറ്റില്ല. ആ ഓർമ്മ വെച്ചിട്ടാണല്ലോ നിങ്ങൾ ഈ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നത് അല്ലേ? ഞങ്ങൾക്ക് ഒരു ഓർമ്മക്കുറവില്ല, ഞങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവില്ല. നാളെ 11ാമത്തെ റൗണ്ട് വോട്ടെണ്ണുമ്പോൾ ഞങ്ങൾ ലീഡ് ചെയ്യും. ആദ്യത്തെ 10 റൗണ്ടും കഴിഞ്ഞ് 11ാമത്തെ റൗണ്ട് വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ ഞങ്ങൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ലീഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഇവിടെ ഇതുവരെ ഇന്നോളം ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ലാത്ത വലിയൊരു ജനവിഭാഗം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോടൊപ്പം നിൽക്കും. നേരത്തെ പറഞ്ഞതിനകത്ത് ചിഹ്നം പഠിപ്പിക്കാതെ ഞങ്ങളെ 35,000 വോട്ടർമാരെ ചിഹ്നം ഉറപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ വോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കരുത്തൊക്കെ ഞങ്ങളുടെ സംഘടനാ ശരീരത്തിനുണ്ട്.
ആ പണി ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്ത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. ഇനി അതിനപ്പുറത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ പ്രയാസമുള്ള ആളുകളും ഈ മണ്ഡലത്തിലുണ്ടല്ലോ. അവരെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ സ്റ്റെതസ്കോപ്പിൽ വന്ന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ പി സരിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത് വലിയ മുന്നേറ്റം, വിജയത്തിലേക്ക് ആ മുന്നേറ്റത്തെ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോ ഈ മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടു മുൻപ് സൃഷ്ടിച്ച ഒരു പ്രതീതി ഉണ്ടല്ലോ. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല, BJPയും കോൺഗ്രസും മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ എന്ന് പറഞ്ഞിരുന്നിടത്തു നിന്ന് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെ കൊണ്ടും മറ്റെല്ലാ ആളുകളെ കൊണ്ടും ഇതൊരു ത്രികോണ മത്സരമാണ് എന്ന നിലയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിത്രത്തിലില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഒരിക്കലും എന്താ പറയുക, ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയാൽ ഞങ്ങൾ ജയിക്കാൻ വേണ്ടി പോവാണ് എന്നൊന്നും പറയില്ല എന്ന് ഞങ്ങൾക്ക് കുറച്ച് ബോധ്യമുണ്ട്. അതിനപ്പുറത്ത് ഞങ്ങൾ മുന്നേറ്റം ഉണ്ടാക്കി ത്രികോണ മത്സരം എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്നും വല്ലാതെ മുന്നോട്ട് പോയി ഈ തെരഞ്ഞെടുപ്പിനകത്ത് വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി 13.5 കൊല്ലത്തിനപ്പുറം പാലക്കാട് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്യാൻ പോകുകയാണെന്നാണ് ആർഷോ പറയുന്നത്. ആർഷോ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച ആൾ കൂടിയാണ്, തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ചുമതലയുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. റിജിൽ മാക്കുറ്റി, നിങ്ങൾ ചേലക്കരയെ കുറിച്ച് കാണുന്ന സ്വപ്നം എന്താണ് ഈ രാത്രി? ശ്രീ നിഷാദെ, ചേലക്കരയായാലും പാലക്കാടായാലും ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരം ഉണ്ട് ഇവിടെ. അത് നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ട് ഇപ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇപ്പോൾ ഇടതുപക്ഷ പ്രതിനിധി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. അങ്ങനെ ബന്ധപ്പെടാൻ സാധിക്കുന്ന എന്ത് സാഹചര്യമാണ് ഈ ഗവൺമെൻറ് കാലത്ത് ഈ നാട്ടിലുണ്ടായത് എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി പറയണം. ഇവരുണ്ടാക്കിക്കൊണ്ടുവന്ന ചില നെറേറ്റീവുകൾ അത് അവിടെ ചാനലുകളിലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പാലക്കാട് എത്തിയിട്ടില്ല. പാലക്കാട് എത്തിയത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയമാണ്. അത് ഈ രണ്ട് സർക്കാരുകൾക്കെതിരെ ഉണ്ടായിട്ടുള്ള വികാരം തന്നെ അത് തന്നെയാണ് ഇവിടെ ചേലക്കരയിൽ സംഭവിച്ചിട്ടുള്ളത്. ചേലക്കര ഞങ്ങൾക്ക് വർഷങ്ങളായി ഞങ്ങൾക്ക് അപ്രാപ്യമായ ഒരു നിയോജക മണ്ഡലമാണ്. അവിടെ ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ രൂപത്തിലുള്ള സംഘടനാ പ്രവർത്തനം നടത്താനും അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താനും ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. CPMന്റെ കോട്ടകളിൽ പോലും ഞങ്ങൾ കടന്നു കയറി ഞങ്ങളുടെ പ്രവർത്തനം നടത്താൻ ഈ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ രൂപത്തിലുള്ള അവരുടെ ജനവിരുദ്ധ നയങ്ങൾ അവരിൽ എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ഇന്നും ഞങ്ങൾ പറയുന്നു, വിലക്കയറ്റം ഏറ്റവും വലിയ പ്രശ്നമാണ് ശ്രീ നിഷാദെ. അത് സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയമാണ്. ആ വിലക്കയറ്റ ഉത്തരവാദികൾ രാജ്യം ഭരിക്കുന്ന സർക്കാരും കേരളം ഭരിക്കുന്ന സർക്കാരുമാണ്. അത് ജനങ്ങളെ ബാധിക്കില്ലേ? നിങ്ങൾ അവർക്ക് കൂലിക്ക് അവർക്ക് അധ്വാനിച്ച് ജോലി ചെയ്ത് കിട്ടിയ കൂലി അവർക്ക് ഒരു പലചരക്ക് കടയിൽ പോയാൽ കഴിഞ്ഞാൽ അത് സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും എത്താത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്. സാധാരണക്കാരന്റെ പ്രശ്നം ഭക്ഷണമാണ്, അവന്റെ ജീവിതമാണ്. ആ ജീവിതത്തോട് പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ അവര് ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കും എന്നുള്ളതാണ് ചേലക്കരയിൽ ഞങ്ങൾ കാണുന്ന വിഷയം. അത് നന്നായി അവിടെ വർക്കൗട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് അനുകൂലമായി ചേലക്കരയിൽ വലിയ രൂപത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് ജയിക്കാൻ, ഞങ്ങൾ വലിയ ഭൂരിപക്ഷമൊന്നും ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ചേലക്കരയിൽ ഞങ്ങൾ മത്സരിച്ച് ഞങ്ങൾ ജയിക്കും എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യം. അത് ആന്റി ഇൻകംബൻസി എന്നത് നമ്മൾ അറിയാത്ത രൂപത്തിൽ ശക്തമായ രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ട്. അത് ഞങ്ങൾക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ. അതുകൊണ്ട് ചേലക്കരയിൽ ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്. ഇവിടെ പാലക്കാട് നിങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ പല നെറേറ്റീവുകൾ ഇവർ ഉണ്ടാക്കിയെങ്കിൽ പോലും അതിനനുസരിച്ചിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പോലും ഇവിടെ പറയുന്ന പല കാര്യമുണ്ട്. ആ സ്ഥാനാർത്ഥി വന്നതിന് ശേഷം അവിടെ ഉണ്ടായ പലതരത്തിലുള്ള ഇടപെടലുകളെ സംബന്ധിച്ചും ഉള്ള ചർച്ചകൾ ഇവിടെ ഉണ്ടായിട്ടില്ലേ? ഇവർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തിനാണ് ഇവരുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷുക്കൂർ ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്ത നിലപാട് എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ അവർക്ക് ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കാനില്ലാത്തതിന്റെ ഘട്ടമാണ്. അങ്ങനെ ഒരു കാലുമാറ്റക്കാരൻ സ്ഥാനാർത്ഥി പോവുകയാണ് നാളെ എന്നാണ് റിജിലിന്റെ ആത്മവിശ്വാസം. അത് നമുക്ക് നോക്കണം. രാഹുൽ ഈശ്വർ, ഇപ്പോൾ BJPയെ കുറിച്ചാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. പാലക്കാട്ടെ വിജയം സുനിശ്ചിതമാണ് എന്ന് കെ സുരേന്ദ്രൻ അവകാശപ്പെടുന്നുണ്ട്. ഒരർത്ഥത്തിൽ തൃശ്ശൂരിലെ വലിയ വിക്ടറിക്ക് ശേഷം പാലക്കാട് ഒരു തുടർച്ച ഉണ്ടാക്കാൻ കഴിയേണ്ടതാണ് BJPക്ക്. പക്ഷേ BJPയുടെ സംസ്ഥാന നേതൃത്വം അത്തരം വിജയങ്ങൾ ഉണ്ടാക്കും വിധത്തിൽ ജനകീയമായ ഇടപെടൽ നടത്തുന്നില്ല, ആത്മാർത്ഥമായ പ്രവർത്തന മണ്ഡലം ഉണ്ടാക്കുന്നില്ല. പല വിമർശനങ്ങൾ അവരെക്കുറിച്ചുണ്ട്. അങ്ങനെ കലഹിച്ചുകൂടിയാണല്ലോ ഈ സന്ദീപൊക്കെ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത്. അപ്പം നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഈ സംസ്ഥാന BJP നേതൃത്വത്തെ സംബന്ധിച്ച് എന്തുമാത്രം, പ്രത്യേകിച്ച് കെ സുരേന്ദ്രനെ പോലെ ഒരു ലീഡറെ സംബന്ധിച്ച് എന്തുമാത്രം വിധി നിർണായകമാണ് എന്ന് തോന്നുന്നു താങ്കൾക്ക്? അതോ സ്വാഭാവികമായ തോൽവികൾ BJPക്ക് പുതുമയുള്ളതല്ലോ, ഇവിടെയും കൂടി തോറ്റു കഴിഞ്ഞു? അതോ അതിനപ്പുറത്തേക്ക് സാധ്യത ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ
പാർട്ടിയെ ഒരു ഏകരൂപമുള്ള ആക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം തോറ്റുപോയി എന്ന വിമർശനം അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വരുമോ? അദ്ദേഹത്തെ ദുർബലപ്പെടുത്തുമോ? രാഹുൽ കേൾക്കുന്നുണ്ടോ? യെസ്, രാഹുലിനോടാണ്. രാഹുൽ ഈശ്വർ. ആരോടാണ് രാഹുൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് BJP സ്റ്റേറ്റ് ലീഡർഷിപ്പിനെ സംബന്ധിച്ച് നാളത്തെ ചോദ്യം രാഹുൽ ഈശ്വർ, നാളത്തെ വിധി എന്തുമാത്രം പ്രധാനമാണെന്ന് ചോദിക്കുകയാണ്. അല്ലല്ല, വളരെ വളരെ പ്രധാനമാണ് നിഷാദ്. അതായത് ശ്രീ സുരേന്ദ്രൻജിക്കെതിരെ BJPയിൽ തന്നെ ഒരുപാട് ആൾക്കാർ കുറെ കാലമായി അദ്ദേഹത്തിന്റെ നേതൃത്വ ശൈലി കുറച്ച് ഓട്ടോക്രാറ്റിക് ആണ്, ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബാക്കി കഴിവുള്ളവരെ പുറത്തു നിർത്തുന്നു. നമ്മുടെ BJPയിലെ വളരെ പ്രഗത്ഭനായിരുന്നു ശ്രീ ശിവശങ്കർ, സ്പോക്സ് പേഴ്സൺ ആയിരുന്നു, സന്ദീപ് വാര്യർ, ഇവരെ അടക്കം മാറ്റി നിർത്തുന്നു തുടങ്ങിയ ഒരുപാട് ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ട് നമ്മുടെ ശ്രീ പണിക്കരെ അടക്കം ആക്രമിച്ചതിന്റെ പേരിൽ ഒരുപാട് പേര് അദ്ദേഹത്തോട് ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ശ്രീ സുരേന്ദ്രൻജിക്ക് ഇതിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ചാൻസ് കുറവാണ്. പക്ഷെ ജയിക്കാൻ കഴിഞ്ഞാൽ അതിശക്തനായ അദ്ദേഹം തിരിച്ചു വരികയും BJPയുടെ സംഘടനാ സംവിധാനത്തിൽ തന്റെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ച് അതിശക്തനായി മാറുകയും ചെയ്യും. ഒരു പക്ഷേ ജയിക്കാൻ കഴിഞ്ഞാൽ ഒരു അൺക്വസ്റ്റനബിൾ ലീഡറായി മാറാൻ കഴിയുകയും ചെയ്യും. അതായത് ആദ്യമായിട്ട് കേരളത്തിൽ BJPക്ക് ഒരു MP ഉണ്ടാകുന്നതും, പാലക്കാടാണെങ്കിലും മുമ്പ് രാജഗോപാൽ സാർ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു MLA ഉണ്ടാകുന്നതും, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സന്ദീപ് വാര്യർ പോയിട്ടും സുരേന്ദ്രൻജിക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിടി അതിശക്തമാകും. അദ്ദേഹത്തിന്റെ വിഭാഗവും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവരും അതിശക്തനായി മാറും. നേരെ മറിച്ച് വലിയൊരു പരാജയം ഉണ്ടായാൽ, അതായത് കഴിഞ്ഞ തവണ നമ്മുടെ ശ്രീധരൻ സാറിന് ഒരുപാട് നിഷ്പക്ഷ ഹിന്ദു വോട്ടുകൾ പോയി, കുറച്ച് എഡ്യൂക്കേറ്റഡ് ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് നിഷ്പക്ഷ കാര്യങ്ങളൊക്കെ പോയി, അത് ഒരു കൺസെഷനായിട്ട് കൊടുക്കാം. അതിൽ നിന്ന് മുമ്പത്തെ ഇലക്ഷനെക്കാട്ടി താഴോട്ടാണ് വോട്ടുകൾ പോകുന്നതെങ്കിൽ, പരാജയപ്പെടുന്നെങ്കിൽ അത് സുരേന്ദ്രൻജിയുടെ മാറ്റത്തിലേക്കോ അല്ലെങ്കിൽ സുരേന്ദ്രൻജിക്കെതിരെയുള്ള ക്യാമ്പയിൻ കുറെ കൂടെ ശക്തമാക്കാനും അദ്ദേഹത്തിന്റെ എതിർ ഗ്രൂപ്പിനോ എതിർ ചേരിക്കോ ഒരു വലിയ രീതിയിൽ ആയുധമാകുകയും ചെയ്യും. അതുകൊണ്ട് BJPയുടെ ഇന്റേണൽ പൊളിറ്റിക്സും ഇതിൽ വളരെ പ്രധാനമാണ്. ശോഭാ സുരേന്ദ്രനോ K സുരേന്ദ്രനോ നിന്നിരുന്നെങ്കിൽ നേരത്തെ ശ്രീ ആനന്ദ് കൊച്ചുകുടിജി പറഞ്ഞതുപോലെ ഒരുപക്ഷെ വിജയസാധ്യതയുടെ അടുത്ത് വരെ ഉണ്ടായിരുന്ന ഒരു സ്പേസ് കൂടെയാണ്. നേരത്തെ ശ്രീ ആർഷോ പറഞ്ഞതിനോട് ബഹുമാന പരിസരം വിയോജിച്ചോട്ടെ. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഇലക്ഷനും രണ്ട് ആക്സിസിലാണ്. ഒന്ന് ഇക്കണോമിക്സ് ആണ്, രണ്ട് ഐഡന്റിറ്റിയാണ്. ഒന്ന് വികസനമാണ്, രണ്ട് സ്വത്വമാണ്. അല്ലെങ്കിൽ വികസനമോ സാമ്പത്തിക കാര്യങ്ങളോ, റോഡ് പ്രധാനമാണ്, ആഹാരം പ്രധാനമാണ്, ജീവൽ പ്രശ്നങ്ങൾ പ്രധാനമാണ്. പക്ഷെ ഈ പ്രധാന കാര്യങ്ങൾ കൊണ്ടല്ലല്ലോ ഇപ്പൊ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ജയിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രധാന കാര്യങ്ങൾ കൊണ്ടല്ലല്ലോ ഇന്ത്യയിലോ വേറെ ഏതോ ഭാഗത്തോ ഒരുപാട് ഇലക്ഷൻസ് ജയിക്കുന്നത്. അപ്പം എല്ലാ ഇലക്ഷനും ഒരു ഐഡിയോളജി മാത്രമല്ല, ഒരു സൈക്കോളജി വർക്ക് ചെയ്യുന്നുണ്ട്. ആ സൈക്കോളജി പൊതുവെ സമുദായങ്ങളുടെയാണ്, സ്വത്വങ്ങളുടെയാണ്, അന്തർധാരകൾ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ ഒളിച്ചു കെട്ടി പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇപ്പൊ CPM 2 മുസ്ലിം മാനേജ്മെന്റ് പത്രങ്ങളിൽ ഇത്ര വലിയ രീതിയിൽ പരസ്യം കൊടുക്കുകയും RSS ഗണവേഷം ഇട്ട് നിൽക്കുന്ന സന്ദീപ് വാര്യരുടെ കൊടുത്തത് ജീവൽ പ്രശ്നങ്ങളെ ഉദ്ബോധിപ്പിക്കാനല്ലല്ലോ, ഉള്ളിയുടെ വില കുറഞ്ഞോ കൂടിയോ എന്ന് പറയാനൊന്നും അല്ലല്ലോ. പക്ഷേ മുസ്ലിം വിഭാഗത്തിലെ ആൾക്കാർക്ക് ഞങ്ങൾ എന്തിനു മെനക്കെട്ട് പോയി ഇനിയും ഷാഫി പറമ്പലിന്റെ ആളാണെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് കൊടുക്കണം എന്ന തോന്നലുണ്ടാക്കണം. പൊതുവെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് എൻ മാസേ കോൺഗ്രസിന് പോകുന്നത് കുറച്ച് തടയാനും ഡാമ്പൻ ദ സ്പിരിറ്റ് എന്ന് അമേരിക്കൻ ലാംഗ്വേജിൽ പറയും. ആ സ്പിരിറ്റിനെ താക്കാനും വേണ്ടിയല്ലേ കൊടുത്തത്, അല്ലാതെ ഉള്ളിയുടെ വിലയും ജീവൽ പ്രശ്നങ്ങളും റോഡും തോടും കാര്യങ്ങളും ഒന്നും അല്ലല്ലോ കൊടുത്തത്. സരിന് ശരിയാണ്, കുറച്ചൊക്കെ നിഷ്പക്ഷ വോട്ടുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. പാലക്കാട് പൊതുവെ ഒരു മിഡിൽ ക്ലാസ്സും ആസ്പിറേഷനും മിഡിൽ ക്ലാസ്സും ഉള്ളതാണ്. അവർ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരെ നോക്കും. അങ്ങനെ വോട്ട് ഒരു പക്ഷേ സരിന് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കൂടുതൽ സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിലും സന്ദീപിനുമാണെന്ന് അറിയാം. എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നമ്മൾ ഈ വോട്ട് ചെയ്യുമ്പോൾ നിഷ്പക്ഷമായി ചെയ്യാൻ പറ്റില്ല, പക്ഷെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് നിഷ്പക്ഷമായി ചെയ്യാം. ഇനിയും നാളെ ആര് ജയിക്കും എന്ന് പറഞ്ഞാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഈ 11ാം മണിക്കൂറിലും ഞങ്ങളുടെ കാൻഡിഡേറ്റ് ജയിക്കും എന്ന് പറയുന്ന ഒരു കവലപ്രസംഗത്തിന്റെ മോഡൽ നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഓഫ് കോഴ്സ് അവർ ജയിക്കണമെന്ന് പറയാൻ ബാധ്യസ്ഥരാണ്. എന്നിരുന്നാലും കുറെ കൂടെ നിഷ്പക്ഷമായി പറയുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഇതിന്റെ ഉൾക്കളികളും അന്തർധാരകളും മനസ്സിലാവും. അവിടെ ഒരു നായർ വോട്ടുണ്ട്, ഈഴവ വോട്ടുണ്ട്, മുത്താൻ സമുദായത്തിന്റെ വോട്ടുണ്ട്, അതിലൊരു ഷിഫ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ വോട്ട് ഡാമ്പൻ ചെയ്യാൻ വേണ്ടിയാണ് CPM അങ്ങനെ പരസ്യം കൊടുത്തത്. നമ്മുടെ രാഷ്ട്രീയം കുറെ കൂടെ സുതാര്യവും സത്യസന്ധവും ആകണം. ഈ വളഞ്ഞു കെട്ടി ആൾക്കാരെ പറയുന്നതിൽ അർത്ഥമില്ല. രാഹുൽ അത് പറയാം, രാഹുലിന് അതിലും പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലല്ലോ, അതുകൊണ്ട് രാഹുലിന് കുറച്ചുകൂടി ഈസിയാണ്. അല്ല, ശ്രീ മാധ്യമപ്രവർത്തകനായ ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഞാനിപ്പോൾ BJPയുടെ കാര്യം ചോദിക്കുകയായിരുന്നു. ആനന്ദിന് ഈ കോൺഗ്രസ് പൊളിറ്റിക്സിനകത്ത് നാളത്തെ ദിവസം എന്തുമാത്രം നിർണായകമാണ്? കാരണം VD സതീശനും ഷാഫി പറമ്പിലും ചേർന്ന് പലതരത്തിലുള്ള താല്പര്യങ്ങൾക്കും മീതെ കൂടി ആണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിച്ചത് എന്നതുപോലെയുള്ള പ്രശ്നങ്ങൾ തുടക്കം മുതലേ ഉണ്ടല്ലോ. അപ്പം നാളെ ആഭ്യന്തര രാഷ്ട്രീയത്തിന് മേലെ
പാർട്ടി ബാഹ്യമായ രാഷ്ട്രീയത്തിന് മേലെയൊക്കെ ഈ സതീശനും ഷാഫിയും കൂടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുന്നേറ്റം എന്തായിരിക്കും? അവരവിടെ വിജയിക്കുകയാണെങ്കിൽ, കംഫർട്ടബിൾ മെജോറിറ്റിയിൽ വിജയിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ പുനർനിർണ്ണയിക്കുക എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? കോൺഗ്രസിൽ വി ഡി സതീശൻ വളരെ ശക്തനാകും. ഇപ്പോൾ തന്നെ അദ്ദേഹം ശക്തനാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് കോൺഗ്രസിൽ തിരിച്ച് ഒരു പരിധി വരെ പ്രയോഗിക്കാൻ ഇപ്പോൾ കഴിഞ്ഞ 8 വർഷമായിട്ട് ആദ്യത്തെ 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല തീരെ പരാജയപ്പെട്ട ഒരു കാര്യം അതാണ്. എന്നാൽ വി ഡി സതീശൻ വന്നതിന് ശേഷം എല്ലാ കമ്മ്യൂണിറ്റി നേതാക്കളുമായിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പാലമിടാൻ, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യം വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ കാന്തപുരം വിഭാഗം എല്ലാവരും കരുതുന്നത് CPM-ന് അങ്ങോട്ട് വോട്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ്. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ട് പല പാറ്റേണുകൾ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ KT ജലീലിനെ തന്നെ കാന്തപുരം വിഭാഗം കൈവിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ സമസ്തയുമായിട്ട് പോലും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പാലമല്ലാതെ കോൺഗ്രസിന് ഇപ്പോൾ വേറെ വിധത്തിലൊക്കെ ബന്ധം സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. CPM സ്ഥാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ CPM-ന് വലിയ ഹോൾഡുണ്ട് സംസ്ഥയിൽ എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിനും ലീഗ് വഴി അല്ലാതെ ബന്ധം സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സതീശൻ ഓൾറെഡി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് ഇത് രാഹുലിന് വിജയിക്കാൻ പറ്റിയാൽ, പ്രത്യേകിച്ചും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പത്തനംതിട്ടയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാട് കൊണ്ടുപോയി വിജയിപ്പിക്കുക, അതും ഷാഫിയുടെ കെയർ ഓഫിൽ. ഇപ്പോൾ ഷാഫിയോട് ഞാൻ ഈ കാര്യം നേരിട്ട് ചോദിച്ചിരുന്നു. ഷാഫി ഓൺ റെക്കോർഡ് തന്നെ പറഞ്ഞു, എൻ്റെ വോട്ടുകൾ, എൻ്റെ പേഴ്സണൽ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യിക്കാൻ, ട്രാൻസ്ഫർ ചെയ്യിക്കാൻ ഏറ്റവും ഉതകുന്ന സ്ഥാനാർത്ഥി രാഹുൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തതിൽ തെറ്റുണ്ടോ എന്നാണ് എന്നോട് തിരിച്ചു ചോദിച്ചത്. ഓൺ റെക്കോർഡ് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ ലേഖനത്തിൽ ഞാനത് കോട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ കെ മുരളീധരൻ വന്നാൽ കോൺഗ്രസിലെ എല്ലാവരും ഒന്നാകുമായിരുന്നു എന്നൊക്കെ അവിടെ ഐ ഗ്രൂപ്പുകാർ പറയുന്നുണ്ടായിരുന്നു. 89 വയസ്സുള്ള VS വിജയരാഘവൻ ഉൾപ്പെടെ താഴെ ഉള്ള ഐ ഗ്രൂപ്പുകാർ വരെ പറയുന്നുണ്ടായിരുന്നു അവിടെ ഷാഫിയുടെ അപ്രമാദിത്വമാണ്. ഷാഫി അവിടെ 8-9 ബ്ലോക്കുകളിൽ അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ 7 പേരെ അദ്ദേഹത്തിൻ്റെ ആൾക്കാരാണ്, ശിങ്കിടികളെയാണ് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഐ ഗ്രൂപ്പുകാർക്ക് പ്രശ്നമുണ്ട്. പക്ഷേ ഇതേ ഐ ഗ്രൂപ്പുകാർ AV ഗോപിനാഥിനെ പുറത്ത് നിർത്താൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ പടിക്ക് പുറത്ത് നിർത്തുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നവരാണ്. കോൺഗ്രസ് ഇങ്ങനെയാണ്, ഒരു നേതാവ് വളരുന്നത് മറ്റേ നേതാവിന് ഇഷ്ടമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ചെന്നിത്തല സന്ദീപ് വാര്യരെ കുറിച്ച് എന്തോ പറഞ്ഞത്. എന്താണെന്ന് സന്ദീപ് വാര്യർ ചെന്നിത്തലയുടെ സ്പേസിലേക്ക്, ഒരു സവർണ ഹിന്ദു സ്പേസ് എന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് ചെന്നിത്തലയ്ക്ക് സ്വീകാര്യമല്ല. ഇങ്ങനെ കോൺഗ്രസിൽ ഓരോ നേതാക്കളുടെ പേഴ്സണാലിറ്റി ക്ലാഷുകളാണ്. അത് കുറേയൊക്കെ ഗ്രൂപ്പ് താല്പര്യമാകാം, അല്ലാതാകാം. പിന്നെ കോൺഗ്രസിൻ്റെ ഏത് നേതാവ് ഏത് സമയത്ത് ശക്തനാണോ അയാളുടെ കൂടെ കുറേ പേരുണ്ടാവും. ഇപ്പോൾ സതീശൻ ശക്തനാണ്, ഷാഫി ശക്തനാണ്, അതുകൊണ്ട് അവരുടെ കൂടെ ആളുണ്ടാവും. നേരെ മറിച്ച് നാളെ രാഹുൽ തോറ്റാൽ ഇവരെ എല്ലാം തള്ളിപ്പറയാനും ഇവരെ പലതരത്തിൽ ആക്രമിക്കാൻ കത്തിയെല്ലാം മൂർച്ച കൂട്ടി ഇരിക്കുന്ന മറ്റു കുറേ നേതാക്കളുണ്ട്. അതിൽ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. അത് നമ്മൾ എന്താണ് നാളത്തെ റിസൾട്ട് എന്ന രീതിയിൽ നമ്മൾ എന്തായിരിക്കും റിസൾട്ട്, അതിൻ്റെ ഇതിലാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. ശരി, CPM ആർഷവും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വേറെന്തൊക്കെ വിഷയങ്ങളെ കൊണ്ടുവരാൻ ശ്രമിച്ചാലും അടിത്തട്ടിൽ ഭരണവിരുദ്ധ വികാരം പ്രവർത്തിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്നത് ആവർത്തിച്ച് പറയുന്നുണ്ട് കോൺഗ്രസിന്റെ പാനലിസ്റ്റായ റിജിൽ മാക്കുറ്റി. നാളത്തെ വിജയത്തിന്റെയും തോൽവിയുടെയും എല്ലാം അടിസ്ഥാന ഘടകമായി മാറാൻ പോകുന്നത് ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ ഓഡിറ്റ് ആയിരിക്കും എന്നതാണ്. നാളത്തെ ഫലം ഇനിയിപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിശ്ചയമായും നിങ്ങൾ ആവർത്തിച്ച് പറയുന്നതും നിങ്ങളുടെ വിജയത്തെക്കുറിച്ചാണ്. നിങ്ങൾ ചേലക്കരയിൽ ദുർബലമായ വിജയം നിലനിർത്തുകയും പാലക്കാട് പരാജയപ്പെടുകയും ചെയ്താൽ പിണറായി വിജയന് മേലെ VD സതീശനെ മനസ്സിൽ സ്ഥാപിക്കുന്നു കേരളം എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരുമോ? ചേലക്കരയിൽ ഞങ്ങൾ അതിശക്തമായിട്ടുള്ള ഭൂരിപക്ഷം തന്നെ സ്വന്തമാക്കുമെന്നുള്ളതിനകത്ത് താക്കല്ല. പാലക്കാട് വലിയ ഭൂരിപക്ഷമൊന്നും ആയിരിക്കില്ല, എന്നിരുന്നാലും ഞങ്ങൾ വിജയിക്കുന്ന നിലയുണ്ടാകും. നാളെ വൈകുന്നേരം ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് മിക്കവാറും കേരളത്തിന്റെ അടുത്ത പ്രതിപക്ഷ നേതാവ് ആര് എന്നതിനെക്കുറിച്ചുള്ളതായിരിക്കും. സ്വാഭാവികമായും
കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ നാളെ ഏറ്റവും മികച്ചൊരു പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തട്ടെ എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ആശംസിക്കാനുള്ളത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച രണ്ട് കൂട്ടരും ഇപ്പോൾ വലിയ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടാളുകളും പറഞ്ഞു വെച്ച ആനന്ദ് കൊച്ചുടി ആണെങ്കിലും രാഹുൽ ഈശ്വർ ആണെങ്കിലും പറഞ്ഞു വെച്ച ഒരു കാര്യം BJP ക്യാമ്പിനകത്ത് വലിയ തർക്കമുണ്ട്, വലിയ ഇന്റേണൽ ക്ലാഷ് ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ക്യാമ്പിനകത്ത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, ആ പുകച്ചിൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനകത്ത് നിന്ന് കാലങ്ങളായി കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്തിരുന്ന നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ വലിയ തോതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കണക്ക്. പല ഘട്ടത്തിലും ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഉൾപ്പെടെ എന്താ പറയുക കോൺഗ്രസിലേക്ക് ഉൾപ്പെടെ പോയിട്ടുള്ള അല്ലെങ്കിൽ ഷാഫി പറമ്പിലേക്കൊക്കെ പോയിട്ടുള്ള വോട്ടുകളടക്കം ഞങ്ങളിലേക്ക് തിരിച്ചു വരുന്ന നിലയുണ്ടാകും. വലിയ മുന്നേറ്റം പാലക്കാട് മണ്ഡലത്തിനകത്ത് ഞങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും നേരത്തെ അവതാരകൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇത് തന്നെയാണ്. ഉറപ്പായും നിശ്ചയമായും മറ്റൊരു പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നാളെ വൈകുന്നേരം നിങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ശരി. അല്ല, ശ്രീ റിജിൽ മാക്കുറ്റി, നാളെ ഇനി പാലക്കാട് 2ാം സ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നു എന്ന് കരുതുക, അവർ വിജയിക്കുന്നവർ അവകാശപ്പെടുന്നു. 2ാം സ്ഥാനത്തെങ്കിലും വന്നു എന്ന് കരുതുക, അവർ നില മെച്ചപ്പെടുത്തിയാൽ ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരം, ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരം എന്ന് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച നരേറ്റീവിനെ തിരുത്തി പറയുകയും അല്ലെങ്കിൽ അതിന് ഖേദം പറയേണ്ടിയും വരുമോ? ശ്രീ നിഷാദെ, ഇപ്പോൾ ഇന്ന് രാത്രി വരെ സ്വപ്നം കാണുന്നതിന് ഒരു പൈസയും കൊടുക്കണ്ട. അപ്പോൾ ഇടതുപക്ഷത്തിന് പ്രതി സ്വപ്നം കണ്ടിരിക്കട്ടെ. അവിടെ നാളെ തെരഞ്ഞെടുപ്പോടുകൂടി ആ സ്വപ്നം എല്ലാ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്തേണ്ടി വരില്ല. പിണറായി വിജയന്റെ ചന്ദ്രഹാസം വിളക്കുന്ന ഒരു റിസൾട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഷാഫി പറമ്പിൽ 2011 വരുന്ന മുമ്പ് അവിടെ MLA CPM ആയിരുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം 3ാം സ്ഥാനത്ത് പോയി. കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള വിജയരാവും മത്സരിച്ചിട്ട് പോലും 3ാം സ്ഥാനത്തേക്ക് പോയി. എന്നിട്ട് എങ്ങനെയാണ് ഇവർ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വരിക എന്ന് പറയുമ്പോൾ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പറയുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. സ്വപ്നം കാണാൻ ആർക്കൊരു മടിയില്ല, അല്ല പ്രശ്നവുമില്ല. അത് നടക്കാത്ത സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കട്ടെ. നാളത്തെ റിസൾട്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിലും രമ്യ ഹരിദാസും അതോടെ പ്രിയങ്ക ഗാന്ധി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന UDFന്റെ ദിനമായിരിക്കും. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്ന റിസൾട്ടാകും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ വഞ്ചിച്ച ഈ സർക്കാർ, ഈ പിണറായി സർക്കാരിനെതിരെ ഈ നാട്ടിലെ BJPയുമായി ഒളിഞ്ഞും തെളിഞ്ഞും രാഷ്ട്രീയ ബാന്ധവം നടത്തിയത്, തൃശൂർ പൂരം ഉൾപ്പെടെ കലക്കി കൊടുക്കാൻ BJP ജയിക്കാൻ നേതൃത്വം കൊടുത്തതെന്ന് പറയുന്ന ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഈ നാട്ടിനകത്ത് വിളിച്ചു പറയുമ്പോൾ RSSന്റെ കാര്യാലയത്തിലേക്ക് ADGP അയച്ചുകൊണ്ട് തങ്ങൾക്കും മകൾക്കും കുടുംബത്തിനും ജയിലിൽ പോകാതിരിക്കാനുള്ള നിലപാടെടുത്ത് മുമ്പോട്ട് പോകുന്ന പിണറായി വിജയന്റെ രാഷ്ട്രീയത്തെയാണ് ഇവിടെ ഈ നാട്ടിലെ പാലക്കാട് ജനത വിധി എഴുതുക. അതെങ്ങനെയാണ് തിരിച്ചടി എന്നതുപോലെ നാളത്തെ തെരഞ്ഞെടുപ്പിൽ എന്നത് ഉറപ്പായും കാണാം. എനിവേ, താങ്ക് യു ശ്രീ റിജിൽ മാക്കുറ്റി, PMR ഷോ, ശ്രീ ആനന്ദ്, രാഹുൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിലപാടുകൾ പറഞ്ഞതിന്